പ്രാർത്ഥനയുടെ ഉള്ളറകൾ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ തലക്കെട്ട്. പലപ്പോഴും നമ്മൾ സമകാലികമായ വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക അധ്യാപനങ്ങൾ, ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, അത് ഇസ്ലാമിൻ്റെ നിലപാട് തറകളിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യാറാണ് പതിവ്. ഇന്നെന്നോട് എൻ്റെ അമ്മാവൻ കൂടിയായ ലത്തീഫ് സാഹിബ് വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് ഇങ്ങനെ ഒരു തലക്കെട്ട് നിർദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം ആവാം എന്ന് പറഞ്ഞത്. പ്രാർത്ഥന എന്ന് പറയുന്നത് അതിനതിൻ്റേതായ ഇസ്ലാമികമായ രീതികളുണ്ട്, കർമ്മശാസ്ത്രങ്ങളുണ്ട്, ഫിഖ്ഹുകളുണ്ട്, ഉസൂലുകളുണ്ട്, രീതികളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമസ്കാരം പോലെ, മറ്റ് ഇബാദത്ത് കർമ്മങ്ങൾ പോലെ നമ്മളുമായി ഇഴചേർന്ന് നിൽക്കുന്ന, നമ്മളുമായി വളരെ ബന്ധമുള്ള, നമ്മൾ സദാ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദീനീ കർമ്മമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ടോ, പ്രാർത്ഥിക്കുന്നതിൻ്റെ രീതി, ഇതൊന്നും അതിൻ്റെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് നമ്മുടെയൊക്കെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ, നമ്മുടെ ഓരോരുത്തരെയും ഒരു ഇൻട്രോസ്പെക്റ്റീവ് കൗൺസിലിംഗ് ഡിസ്കഷൻ എന്നൊക്കെ പറയാവുന്ന, നമ്മൾ നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുക. അങ്ങനെയാണോ പരസ്പരം വസിയത്ത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഓരോ മുഅ്മിനും ഓരോ മുസ്ലിമും സദാ സ്വന്തത്തെ ഒന്ന് വിലയിരുത്തുക എന്നതുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പ്രാർത്ഥനകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ നമുക്കങ്ങനെ ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ടോ? ഇല്ല എന്നല്ല പറഞ്ഞത്. നമ്മളത് എത്രത്തോളം നമുക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ അള്ളാഹുവുമായി ബന്ധിപ്പിക്കുന്ന, അള്ളാഹുവുമായി അടുപ്പിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു ഇബാദത്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകളായി നമ്മെ നമ്മുടെ റബ്ബിനോട് അടുപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ കുറെ പ്രാർത്ഥിക്കുന്നു, അത് അള്ളാഹു കേൾക്കുന്നു, അള്ളാഹു അത് ഖുബൂൽ ചെയ്യുന്നു, അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളെ അള്ളാഹു സ്വീകരിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ അർത്ഥനകളെ അള്ളാഹു പലപ്പോഴൊക്കെ സാധിപ്പിച്ചു തരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു അതങ്ങനെ വിട്ട് കളയാറുണ്ട്, ഇവിടെ അത്ര വലിയ ഗൗനിക്കാറൊന്നുമില്ല, ചിലപ്പോൾ സ്വീകരിക്കും, ചിലപ്പോൾ സ്വീകരിക്കും. ഇതിനൊക്കെ അപ്പുറത്ത് പ്രാർത്ഥനയിലൂടെ നമുക്ക് അള്ളാഹുവുമായി ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയും. പ്രാർത്ഥനയിലൂടെ ഒരു ഊർജം, ഒരു ആവേശം, ഒരു ഉത്സാഹം, മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം പ്രാർത്ഥനയിലൂടെ, എൻ്റെ പ്രാർത്ഥനയിലൂടെ എനിക്ക്, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വിലയിരുത്തും. പ്രാർത്ഥനകൾ എമ്പാടുണ്ടല്ലോ. പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു പദാർത്ഥത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കില്ല, അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷെ ഇസ്ലാമിൻ്റെ ഭാഷയിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ വിശാലമായ അർത്ഥമാണ്. പ്രാർത്ഥനകൾ അദ്കാറുകൾ കൂടിയാണല്ലോ. നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ, അതിൻ്റെ തുടക്കം ഒരു അൽഹംദുലില്ലാ ഉണ്ടാണല്ലോ. അതൊരു ഹംദാണല്ലോ, അതൊരു തസ്ബീഹാണല്ലോ, അത് അല്ലാഹുവിനോട് ഒരു ശുക്ർ പറയൽ കൂടിയാണല്ലോ. നമ്മൾ റമളാൻ മാസമാകുമ്പോൾ നമ്മൾ ചില പ്രാർത്ഥനകളില്ലേ, അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി യാ കരീം യാ റഹീം യാ അല്ലാഹ്. ഇതൊക്കെ അദ്കാറുകൾ കൂടിയാണ്. അതോടൊപ്പം ദുആകളാണ്, ഇസ്തിഗ്ഫാറുകളാണ്. ഇസ്തിഗ്ഫാറുകളും ദുആകളല്ലേ. അപ്പൊ ദുആകൾ അങ്ങനെ പരന്നു കിടക്കുകയാണ്. എൻ്റെ ചോദ്യം അതിലേക്കൊന്നുമല്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ആളുകൾക്കും ഓരോ സന്ദർഭത്തിലും നിവർത്തിക്കേണ്ടുന്ന പ്രാർത്ഥനകൾ നമ്മൾ മദ്രസകളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പള്ളിയുടെ വാതിലുകളിൽ, കവാടങ്ങളിൽ, മതിലുകളിൽ അത് ലേബൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളത് വായിക്കാറുണ്ട്, നമുക്കത് മനഃപ്പാഠമാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് ഈ പള്ളിയിലേക്ക് കടക്കുമ്പോൾ, ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയല്ല, ഞാൻ എന്നെയും കൂടി ചേർത്തുകൊണ്ട് പറയാം, ഇന്ന് ഈ പള്ളിയിലേക്ക് കടക്കുമ്പോൾ ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി വഹിഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ. ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലിയോ? ഉണ്ടോ ഇല്ലെന്ന് ഇപ്പോൾ പറയണ്ട, നമ്മൾ സ്വയം ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലിയോ?
ഇന്ന് രാവിലെ നമ്മൾ ഉണർന്നപ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വ ഇലൈഹിൻ നുശൂർ, ഒരു മുഅ്മിനിന്റെ നേരം വെളുത്താലുള്ള ആദ്യത്തെ കലിമത്താണ്, ആദ്യം അവൻ ഉച്ചരിക്കേണ്ടതാണ് അല്ലേ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വ ഇലൈഹിൻ നുശൂർ. ആ പ്രാർത്ഥന ഇന്ന് ഞാൻ ചൊല്ലിയോ? ഇന്ന് ഉണർന്നപ്പോൾ ഞാൻ ചൊല്ലിയോ? ഇന്നലെ രാത്രി ഞാൻ അവസാനം പറഞ്ഞത് എന്താ? ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ എന്നാണോ? അതൊരു പ്രാർത്ഥനയല്ലേ? തൊട്ടു മുമ്പ് നമ്മൾ ഈ ശൗചാലയത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെ ചെല്ലേണ്ടുന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലിയോ? ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന ചൊല്ലിയോ? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ചെറിയൊരു മാനസിക പ്രശ്നം ഉണ്ടാവും, മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അത് എല്ലാവരെയും ബാധിക്കുന്നതാണ്. അതിലാരും നിരാശപ്പെടാനല്ല പറയുന്നത്. പ്രാർത്ഥനകളെ വിശിഷ്യ നമ്മൾ ജീവിക്കുന്ന ഈ തിരക്കിട്ട ലോകത്ത് പ്രാർത്ഥനകളിലൂടെ അള്ളാഹുവിനോട് കാണിക്കേണ്ട, അല്ലെങ്കിൽ പ്രാർത്ഥനകളോട് കാണിക്കേണ്ടുന്ന ഒരു മര്യാദ 100% നമ്മൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് സ്വയം തന്നെ അത് തൃപ്തിപ്പെടുത്തുക സാധ്യമല്ല. അങ്ങനെ ആയാൽ പോരാ. പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇബാദുർ റഹ്മാനെ കുറിച്ച് എൻ്റെ സുഹൃത്ത് കരീം സാഹിബ് ഇവിടെ ഓതിയ ആ സൂറത്ത്, അതിന് സമാനമായ ആയത്തുകളിൻ്റെ അവസാനത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇബാദുർ റഹ്മാൻ പരിചയപ്പെടുത്തുന്നിടത്ത് സൂറത്തുൽ ഫുർഖാനിൽ അതിൻ്റെ അവസാനത്തെ ആയത്തുകൾ വന്ന് അവസാനിക്കുന്നത് കുൽമാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. അല്ലാഹ് പറയുന്നു, ഇബാദുർ റഹ്മാനെ പരിചയപ്പെടുത്തിയിട്ട് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാർ ആരാണെന്നറിയുമോ എന്ന് പറഞ്ഞുകൊണ്ട് 12ഓളം ആയത്തുകൾ സൂറത്തുൽ ഫുർഖാന്റെ അവസാനത്തിൽ 12ഓളം ആയത്തുകൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അബ്ദുകളെ, ദാസന്മാരെ ഇബാദുർ റഹ്മാൻ എന്ന പേരിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെ അറിയോ? ഖുൽ മാ, പ്രവാചകരെ താങ്കൾ പറയണം. എന്താ പറയേണ്ടതെന്നറിയോ? മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളെ എൻ്റെ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാ? നമ്മളോടാ പറയണത്. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അള്ളാഹിൻ്റെ പ്രവാചകരോട് പറയാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയുകയാണ് നമ്മളോട്, നമ്മുടെ റബ്ബ് നമ്മളെ എങ്ങനെ പരിഗണിക്കാനാണ്? നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്? എന്നെ എങ്ങനെ പരിഗണിക്കാനാണ്? ലൗലാ ദുആഉകും, നിങ്ങൾ അവനിലേക്ക് പ്രാർത്ഥനകൾ ഉയർത്തപ്പെടുന്നില്ലെങ്കിൽ, അല്ലേ? നിങ്ങൾ അവനിലേക്ക് കൃത്യമായി അണമുറിയാതെ നൈരന്തര്യത്തോടുകൂടി പ്രാർത്ഥനകൾ നിങ്ങൾ അവനിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അവൻ നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്? ഇത് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് പരിഗണനകൾ കിട്ടാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണല്ലോ, അല്ലേ? മുസ്ലിം ഉമ്മത്തിന് പരിഗണന കിട്ടുന്നില്ല. നമ്മൾ ഓരോരുത്തരും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആളുകളിൽ നിന്ന് പരിഗണന കിട്ടുന്നില്ല, നമുക്ക് വേണ്ട പ്രതലങ്ങളിൽ നിന്ന് നമുക്ക് പരിഗണന കിട്ടുന്നില്ല, നമ്മുടെ അവകാശങ്ങളുടെ കാര്യത്തിൽ നമുക്ക് പരിഗണന കിട്ടുന്നില്ല. ഇവിടെ അതൊന്നുമല്ല, അതിനേക്കാളും വലിയ പരിഗണനയാണ് പറയണത്. അള്ളാന്റെ പരിഗണന നമുക്ക് എങ്ങനെയാ കിട്ടുക? ലൗലാ ദുആഉകും. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ആ ഇബാദുർ റഹ്മാൻ എന്ന അർത്ഥത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പൊ ആ അർത്ഥത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യങ്ങളുണ്ട്. ഞാൻ ഒരുപാട് ആയത്തുകൾ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല, കാരണം പറഞ്ഞല്ലോ നമ്മുടെ സംസാരത്തിന്റെ അതിന്റെ ഉള്ളറകളാണ് ഈ പറഞ്ഞൊക്കെ. പ്രാർത്ഥനയുടെ അതിന്റെ രീതികളും അതിന്റെ പ്രാധാന്യങ്ങളുമാണ് നമ്മളതിന്റെ ഉള്ളറകളാണ്. നമ്മുടെ ഉള്ളും കൂടി നമ്മൾ അതിന്റെ കൂടെ ഒന്ന് ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, അദ്ദുആഉ സിലാഉൽ മുഅ്മിൻ. മാഷാഅല്ലാഹ്, വിശ്വാസിയുടെ ആയുധമാണ് പോലും പ്രാർത്ഥന. കർമ്മനിരതനായ ഒരു വിശ്വാസി തൻ്റെ കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുമ്പോൾ കയ്യിൽ കരുതേണ്ട ആയുധം, ഇസ്ലാമിൽ ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ കേട്ടുപഠിച്ച പോലെ ഏതോ വലിയ ആയുധങ്ങൾ എടുത്തിട്ട് വലിയ യുദ്ധത്തിന് ഇറങ്ങുന്ന ആൾക്കാരെന്നല്ല മുസ്ലിങ്ങൾ. അത് മാത്രമാണ് പരിഹാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ മാറി നിൽക്കാത്തവരാണ് മുസ്ലിങ്ങൾ എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ, ആയുധങ്ങൾ കൊണ്ട് ആദം കണ്ട് ഉച്ചൂട് മുടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമേ ഒരു വഴിയുള്ളൂ. എന്നാൽ ഒരു പക്ഷേ മുസ്ലിങ്ങൾക്ക് ആയുധമെടുക്കാൻ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ അനുവാദം നൽകിയതിനപ്പുറം ആയുധം കൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു സംസ്കാരം എന്നല്ല ഇസ്ലാമിന്റെ സംസ്കാരം. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് അദ്ദുആഉ സിലാഉൽ മുഅ്മിൻ. മുഅ്മിന്റെ കർമ്മമണ്ഡലത്തിലെ, അവന്റെ ജീവിതത്തിലെ അവന്റെ എത്രയും ശക്തമായ ആയുധമാണ് പ്രാർത്ഥന. ആയുധം തുടക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് അത് ഉറയിൽ വെക്കാൻ മറന്നിട്ട് അത് വീട്ടിൽ വെച്ചിട്ട് ഉറ മാത്രം മരയിൽ തിരികിയിട്ട് ഒരു യുദ്ധത്തിന് പോയ ഒരു പടയാളികളുടെ അവസ്ഥ എന്തായിരിക്കും അറിയാം?
വേറെ ഉദാഹരണം ഒന്നും വേണ്ടല്ലോ. ഞാനൊരു രാജകുടുംബത്തിലെ ഒരു രാജ്യ സംസ്കാരത്തിലെ ഒരു പടയാളിയാണെന്ന് വിചാരിക്കാം, ഒരു സൈന്യാധിപനാണെന്ന് തന്നെ വിചാരിക്കാം. എൻ്റെ ആയുധം ഞാൻ ഉറയിൽ നിന്നിട്ടെടുത്തിട്ട് വളരെ കൃത്യമായിട്ട് മിനുക്കി വെച്ചിട്ട് അത് ഉറയിലിടാൻ മറന്നിട്ട് പെട്ടെന്ന് യുദ്ധപ്രഖ്യാപനം വന്നപ്പോൾ ഞാൻ യുദ്ധഭൂമിയിലേക്ക് ഈ ഉറയും മരയെ തിരികിയിട്ട് ഇതിനുള്ളിൽ ആയുധമുണ്ട് എന്ന ധാരണയിൽ യുദ്ധഭൂമിയിലേക്ക് പോയിട്ട് ശത്രുവിനെ കണ്ടെത്തുമ്പോൾ തപ്പി നോക്കിയിട്ട് ആയുധമില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? എങ്കിൽ അതാണ് പ്രവാചകൻ പറഞ്ഞത്, ഇതാണ് മുഅ്മിന്റെ അവസ്ഥ. പ്രാർത്ഥനകളില്ലാതെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ, പ്രവർത്തന വീതിയിലെ ആയുധമില്ലാത്ത അവസ്ഥ, അത് പരാജയത്തിലേക്ക് നയിക്കാനിടയുള്ള ഒരു ദുരവസ്ഥയിലേക്ക് മുഅ്മിനെ എത്തിക്കുമെന്ന് തിരിച്ചറിവ്. അതുകൊണ്ടാണ് ദുആ സിലാഉൽ മുഅ്മിൻ. മറ്റൊരിടത്ത് പ്രവാചകൻ പറഞ്ഞു, അദ്ദുആ ഹുവൽ ഇബാദ. ദുആ എന്ന് പറഞ്ഞാൽ അതന്നെയാണ് ഇബാദത്ത്. അല്ലെങ്കിൽ തന്നെ ദുആ ഇല്ലാത്ത ഇബാദത്ത് ഏതാള്? അങ്ങനെയും പറയാലോ നമ്മുടെ ഭാഷയിൽ, ദുആ ഇല്ലാത്ത ഇബാദത്ത്. നമ്മളിപ്പോൾ നമസ്കരിച്ചല്ലോ, നമസ്കാരത്തിൻ്റെ ഏതെല്ലാം അവസ്ഥകളിൽ, ഏതെല്ലാം ഘട്ടങ്ങളിൽ, ഏതെല്ലാം ദിക്റുകൾ നമ്മൾ ഉയർത്തിയിട്ടുണ്ട്, എന്തെല്ലാം മന്ത്രങ്ങൾ നമ്മൾ ഉച്ചരിച്ചിട്ടുണ്ട്. മലയാള ഭാഷയിൽ പറഞ്ഞാൽ അതിലേറ്റവും അധികം പ്രാർത്ഥനകളല്ലേ. ഫാത്തിഹ അല്ലെങ്കിൽ നിസ്കാരമില്ല എന്നാ പറയാം. ഫാത്തിഹ എന്ന ഏറ്റവും വലിയൊരു ദുആയല്ലേ. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വൻസുർനി വഹ്ദിനി വആഫിനി. ഇതല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം ഒരു മനുഷ്യന് വേണോ? അല്ല, ലിസ്റ്റിന്റെ അർത്ഥത്തിലേക്കൊന്നും ഞാൻ കിടക്കണില്ല, കാരണം നമുക്ക് നിസ്കാരം അറിയാവുന്നതാണല്ലോ. ഈ പറഞ്ഞതല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം മനുഷ്യന് ഇരുലോകത്തോ പരലോകത്തോ വേണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വൻസുർനി വഹ്ദിനി വആഫിനി. ഇതൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന തന്നെയാണ്. അതാണ് അദ്ദുആ മുഹുൽ ഇബാദ. വേറെ സ്ഥലത്ത് പ്രവാചകൻ പറഞ്ഞതാണ്, ആരാധനാ കർമ്മങ്ങളുടെ കാമ്പാണ് പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥനയില്ലാതെ ഒരു രീതി ഒന്നിലും മുസ്ലിം ഉമ്മത്തിനില്ല. ഇങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ ഞാൻ വേണമെങ്കിൽ പറയാം, അടുത്ത കാലത്ത് നമസ്കരിച്ചിട്ട് ഇതേപോലെ ജമാഅത്ത് നമസ്കരിച്ചിട്ട് ഒരാളിങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കുറേ ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ 33, 99, പിന്നെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതൊക്കെ ചൊല്ലിയതിന് ശേഷം ഒരു പ്രാർത്ഥന നടത്തി. അദ്ദേഹം ഒരു മുക്കിലിരുന്നൊരു പ്രാർത്ഥന നടത്തി. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ആൾ പ്രാർത്ഥന നടത്തുന്നില്ല. ആരെക്കുറിച്ചാണ്, എന്തിനെ കുറിച്ചാണെന്നൊന്നും പറയേണ്ടതില്ല. അപ്പം നിസ്കാരം കഴിഞ്ഞ് പുറത്തു പോകും, അല്ല സുഹൃത്തെ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലല്ലോ. നിസ്കാരം കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയ്ക്കാവില്ല. അതൊക്കെയല്ലേ നമ്മുടെ രീതി. ഞാനെങ്ങനെ പ്രാർത്ഥിക്കുന്നു? എനിക്ക് വേണ്ടത് അള്ളാഹ്ക്കറിയാലോ. ഇപ്പൊ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എനിക്കെന്താണോ വേണ്ടത്, എനിക്കെന്താണോ ശുഭകരം, എനിക്കെന്താണോ വേണ്ടാത്തത്, എൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളത്, എൻ്റെ വിജയത്തിന് ആവശ്യമായത്, എൻ്റെ ഇഹപര വിജയത്തിന് ആവശ്യമായത് അറിയാവുന്നവനായ അള്ളാഹുവിനോട് പിന്നെ ഞാൻ ചോദിച്ചു വാങ്ങേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെന്താ വേണം എന്ന് പറയുന്ന ആളുകൾ കൂടി നമ്മുടെ കൂട്ടത്തിൽ സമാന്തരമായി നമ്മോടൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിനൊരു പ്രാധാന്യമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, അദ്ദുആ സിലാഉൽ മുഅ്മിൻ എന്ന് പറയുന്നിടത്ത് ഇമാദുദ്ദീൻ. ദുആ എന്ന് പറഞ്ഞാൽ ഇമാദുദ്ദീനാണ്, ദീനിന്റെ അവലംബമാണ്. അതില്ലാതെ പിന്നെ ദീന തീർന്നോ? വനൂറുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ വെളിച്ചമാണ്. വിശ്വാസിയുടെ വെളിച്ചം, ലോകത്തിന്റെ വെളിച്ചം. നൂറുൻ അലാ നൂറുൻ, പ്രകാശങ്ങൾക്ക് മേൽ പ്രകാശമായി പ്രകാശത്തിനേക്കാൾ പ്രകാശിക്കുന്ന ആ പ്രകാശത്തിലേക്ക് വിശ്വാസിയുടെ പ്രകാശം എത്തിക്കുന്ന അത്യത്ഭുതകരമായ പ്രകാശകിരണങ്ങളാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. നമുക്ക് വേണ്ടി പറഞ്ഞാൽ, എനിക്ക് വേണ്ടി പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു വാക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നു, ലാ യറുദ്ദുൽ ഖലാ ഇല്ല ദുആ. ലാ യറുദ്ദുൽ ഖലാ ഇല്ല ദുആ. പ്രാർത്ഥനയില്ലാതെ നിങ്ങളുടെ വിധി തിരുത്തി എഴുതുകയില്ല. ചില ആൾക്കാർക്കെങ്കിലും ചിലപ്പോൾ ചെറിയൊരു ഒരു അന്ധമായൊരു വിശ്വാസം, അന്ധവിശ്വാസം എന്ന പ്രയോഗം ഞാൻ എടുക്കുന്നില്ല, പക്ഷെ അന്ധമായൊരു വിശ്വാസം. എന്താണ്? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വിധി, വിലക്കുകൾ, വിധി, അതിൻ്റെ അനന്തരം അത് ഇഹത്തിലെയും പരത്തിലെയും കാര്യത്തിൽ അള്ളാഹു ഓൾറെഡി നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
നമ്മൾ എപ്പോൾ ജനിക്കണം, നമ്മൾ എവിടെ ജനിക്കണം, എങ്ങനെ ജീവിക്കണം, എപ്പോൾ മരിക്കണം, മരിച്ചാൽ എവിടെ കവറടക്കണം, മരിച്ചു കഴിഞ്ഞിട്ട് ഏത് കോലത്തിൽ എഴുന്നേൽക്കണം, സ്വർഗത്ത് പോണോ നരകത്ത് പോണോ, ഇതൊക്കെ അള്ളാഹ് തീരുമാനിച്ചു വെച്ചതല്ലേ. പിന്നെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ എന്ന് മുടന്തൻ ന്യായം പറയുന്ന മുസ്ലിം നാമധാരികളായ ആളുകൾ ഇബാദത്തിൽ നിന്ന് മാറി നിൽക്കാനും അതിനുള്ള ന്യായവുമായിട്ട് പറയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ സ്വർഗത്തിൽ പോകണമോ നരകത്തിൽ പോകണമോ എന്ന് അള്ളാഹു തീരുമാനിച്ച് നിങ്ങളെ എങ്ങോട്ട് അയച്ചു വെച്ചതായിട്ട് മുസ്ലിമിൻ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കിതാബുകൾ കാണാൻ സാധ്യമല്ല. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നൊരു പക്ഷെ അള്ളാഹുവിന് അറിയാമായിരിക്കാം. ആ വിഷയത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പോകേണ്ടത് സ്വർഗത്തിലേക്കാണോ ഞാൻ പോകേണ്ടത് നരകത്തിലേക്കാണോ എന്ന് തീരുമാനിക്കാനുള്ള ആ ഒരു ശക്തി, ആ തീരുമാനം അള്ളാഹ് നമുക്ക് വിട്ടുതന്നിട്ടുണ്ട്. ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഹദീസുകളൊന്നും ഞാൻ വായിക്കുന്നില്ല. സ്വർഗത്തിലേക്ക് എത്തിയ ഒരാൾ അല്ലെങ്കിൽ നരകത്തിലേക്ക് പതിക്കപ്പെട്ട ഒരാൾ നരകത്തിൽ കിടന്ന് വെന്തെരിയുമ്പോൾ സ്വർഗത്തിലെ ഒരേ ഒരു കാഴ്ച മാത്രമേ അയാൾക്ക് കാണാൻ സാധിക്കും. എന്താണെന്നറിയോ? അയാൾ സൽക്കർമ്മങ്ങളിലൂടെ ഈ ഭൂമിയിൽ വിജയിച്ചു മുന്നേറിയിരുന്നെങ്കിൽ അയാൾക്ക് ലഭിച്ചേക്കാവുന്ന സുന്ദരമായ സുരഭിലമായ ഒരു സ്വർഗത്തിന്റെ ഒരു സ്ഥാനം അത് അയാൾക്ക് കാണിച്ചു കൊടുക്കും നരകത്തിൽ. അത് മാത്രമേ അയാൾക്ക് സ്വർഗത്തിന്റെ ആയിട്ട് കാണാൻ പറ്റൂ. എന്നിട്ട് അയാൾ പരിതപിക്കും, റബ്ബേ, ഞാൻ തെരഞ്ഞെടുത്തത് ഒരു ദുഷിച്ച ജീവിതമായിരുന്നല്ലെങ്കിൽ, ഞാൻ ആ സന്മാർഗമാണ്, ആ ദീനിന്റെ യഥാർത്ഥ വിവക്ഷയനുസരിച്ച് ഭൂമിയിൽ നല്ലവനായി ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടേണ്ടിയിരുന്നതാണല്ലോ അത് എന്ന് പറഞ്ഞുകൊണ്ട് അദാബുകൾക്കിടയിൽ അവൻ പരിതപിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചുണ്ട് സ്വർഗത്തിലായ ആൾക്കും കാണിച്ചു കൊടുക്കും നരകത്തിൽ. ഇങ്ങനെ ആയത് നന്നായി, നീ വിജയിച്ചത് നന്നായി. സൽക്കർമ്മങ്ങൾ കൊണ്ട്, ആരാധനകൾ കൊണ്ട്, ദുആകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട്, സകാത്ത് കൊണ്ട്, നമസ്കാരം കൊണ്ട് നീ വിജയിച്ച് മുന്നേറി ഇവിടെ എത്തിയ നീ ഭാഗ്യവാൻ. ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് അവിടെയും ഒരു സീറ്റ് ഉണ്ടായിരുന്നു, അത് കണ്ടോളൂ. ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് വീണ്ടും അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കും, റബ്ബേ നീ എത്ര വലിയവൻ. കാരണം എനിക്ക് 2 മാർഗം തന്നതും മാത്രമല്ല, ഈ വഴിയിലേക്ക് പോകാൻ നീ എന്നെ പ്രേരിപ്പിച്ചല്ലോ തമ്പുരാനെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ദുആകളുടെ വിവക്ഷകളും ദുആകളുടെ സ്കോപ്പ് ഓഫ് ദുആ, അതിന്റെ ഓരോ സ്കോപ്പ് ഉണ്ടാവില്ല, ഓരോ വർക്കുകൾക്കും ഓരോ സ്കോപ്പ്. ആ അർത്ഥത്തിലും ദുആയെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ദുആ എന്ന് പറയുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളെ പരിഗണിക്കാനുള്ള അടിസ്ഥാന ബാധ്യതയാണ്. പ്രാർത്ഥിക്കുക എന്നത് നിർബന്ധമാണ്. നമ്മുടെ പരിശുദ്ധ ഖുർആനിൽ റമദാൻ മാസത്തിലെ നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ റമദാനിൽ എപ്പോഴും പറയാറുണ്ടല്ലോ, വൈദാസഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. അല്ലേ? അവിടെ അള്ളാഹ് പറയുന്നുണ്ടല്ലോ വളരെ കൃത്യമായിട്ട്. കാരണം റമദാൻ മാസത്തിൽ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നോമ്പ് നോറ്റ് അള്ളാഹുവിനോട് ഒരുപാട് അടുത്ത് പ്രാർത്ഥനാനിരതമായ നാവുകളും പ്രാർത്ഥനാനിരതമായ ഹൃദയവും ശരീരവും മൊത്തത്തിൽ അള്ളാഹുവിന് സമർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അള്ളാഹുവിനോട് അത്രമേൽ അടുക്കുമ്പോൾ, അള്ളാഹുവിന്റെ സാമീപ്യം നമ്മൾ എങ്ങനെയൊക്കെയോ അറിയുമ്പോൾ അറിയാതെ നമ്മൾ ചോദിച്ചു പോകും, റബ്ബേ നീ എവിടെ, നീ എവിടെ? നിന്നെ കാണാൻ എൻ്റെ മനസ്സ് തുടിക്കുന്നു. നിന്നോടുള്ള മഹബത്ത് മജ്നുവിന് ലൈലയോടുള്ളതിനേക്കാൾ വലിയ മഹബത്ത് കൊണ്ട് നടക്കുന്നവനാണ് റബ്ബേ ഞാൻ. എവിടെ, എവിടെ നീ റബ്ബ്, എവിടെ എൻ്റെ റബ്ബേ എന്ന് ആളുകൾ ചോദിക്കും പ്രവാചകരെ. അപ്പൊ പറയണം, ഇന്നീ ഖരീബ്, ഞാൻ അടുത്തുണ്ട്, നിന്റെ കണ്ട നാളിയോളം അടുത്തുണ്ട്. അവിടെ അള്ളാഹ് പറഞ്ഞ എന്താ അറിയോ? അള്ളാഹ് എന്താണ് പറയുന്നത്? ഉജീബു ദഅവത്തദ്ദാ, ഞാൻ അവരുടെ ദുആക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ചില കണ്ടീഷൻ പറഞ്ഞു, ഇദാ ദഅൻ, അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ. അല്ലാണ്ട് അവർ റമദാൻ മാസത്തിൽ എല്ലാവരും ഇരിക്കുന്ന കൂട്ടത്തിൽ അവരുണ്ട്, എല്ലാവർക്കും കൂടി ബർക്കത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ അവർക്കും കൂടി അവരുടെ, അങ്ങനല്ല. ഇദാ ദഅൻ, അവർ ചോദിക്കുകയാണെങ്കിൽ ഫൽയസ്തജീബൂ ലി, രണ്ടാമത്തെ കണ്ടീഷൻ, അവരെനിക്ക് ഉത്തരം നൽകട്ടെ. അതെന്താ? എൻ്റെ വിളിക്ക് അവർ ഉത്തരം നൽകട്ടെ. ഞാൻ നോമ്പ് നോക്കാൻ പറഞ്ഞതുപോലെ അവർ നോമ്പ് നോറ്റോ? ഞാൻ നമസ്കരിക്കാൻ പറഞ്ഞതുപോലെ നമസ്കാരത്തിന് ബാങ്കിന്റെ വിളിയാളം ഉണ്ടായപ്പോൾ അവരതിന് ഉത്തരം നൽകിയോ? ആ വിളിക്ക് ഉത്തരമായിക്കൊണ്ട് അവർ പള്ളിയിലേക്ക് സമയത്തിന് വന്നോ, നിസ്കരിച്ചോ, നമസ്കരിച്ചോ? പ്രവാചകന്മാരുടെ പിതാമഹനായ ഇബ്രാഹിം അലൈഹി വസല്ലമയിലൂടെ ആഗോള മുസ്ലിങ്ങളെ, എക്കാലത്തെയും മുസ്ലിങ്ങളെ, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിങ്ങളെ ഹജ്ജിന് വിളിച്ചല്ലോ. ആ വിളി കേട്ടുകൊണ്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് ഉത്തരം പറഞ്ഞുകൊണ്ട് അവർ വന്നോ? അങ്ങനെ അള്ളാഹുവിന്റെ വിളികൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് വരാൻ തയ്യാറാണോ? വൽയുമിനൂ ബി, അവർ വിശ്വാസിയായോ? അപ്പൊ വിശ്വാസിയാവണം. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ വിളികൾക്ക് ഉത്തരം നൽകണം.
എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളവന്റെ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന തിരക്കിലാണ്, അല്ലെങ്കിൽ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ റബ്ബ്, അവരുടെ റബ്ബ് എന്ന് അവരോട് താങ്കൾ പറയൂ പ്രവാചകനെ എന്ന് പറയാൻ അല്ലാഹു നമ്മുടെ പ്രവാചകരോട് പറയും. അങ്ങനെയല്ല, ചോദിച്ചത് തേർഡ് വോയിസ് ആണെങ്കിലും തേർഡ് പേഴ്സൺ ആണെങ്കിലും മറുപടി പറഞ്ഞത് ഫസ്റ്റ് പേഴ്സൺ. അവിടെയുണ്ടല്ലോ ദുആന്റെ ഒരു പ്രാധാന്യം. എന്താണ്? വൈദാ സഅലക ഇബാദി അന്നി, ഞാൻ എവിടെയെന്ന് ചോദിച്ചാൽ അവരോട് പറയുന്നുവെങ്കിൽ അവിടെ കുൽ എന്നൊരു പ്രത്യയം വേണം. ആ കുൽ അവിടെ കാണാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു രീതിയുണ്ട്. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. അല്ല നമ്മളോട് ചില കാര്യങ്ങൾ നേരിട്ട് പറയുന്നതോടൊപ്പം പ്രവാചകരെ കൊണ്ട് പറയിക്കും. ഇവിടെ പ്രവാചകരോടാണ് സംസാരിച്ചത്. വഇദാ സഅലക ഇബാദി അന്നി, എന്നെ കുറിച്ച് താങ്കളോട് അവർ ചോദിക്കും. കുൽ, അപ്പൊ താങ്കൾ പറയണം. ഇല്ല, അവിടെ അക്കുൽ എന്ന പ്രയോഗമില്ല. പകരം അള്ള പറയാണ് ഇന്നീ കരീബ്. നിങ്ങളല്ലേ ചോദിച്ചത്, ഞാനല്ലേ ചോദിച്ചവരോട് നേരിട്ടിട്ടാണ് അള്ള പറയുന്നത്. ഇന്നീ കരീബ് ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅൻ. അപ്പൊ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ ബാധ്യസ്ഥനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് പ്രാർത്ഥനയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിലെ പ്രശ്നത്തൊന്നും അല്ലല്ലോ. നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയാം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അള്ള കേട്ടോ? ഞാൻ അള്ളാഹിനോട് എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ അള്ള തന്നോ? ചിലതെങ്കിലും അപ്പുണ്ടാവുന്ന ഒരു ഹർഷാരവം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ അള്ളാഹിനോട് ചോദിച്ചൊരു സാധനം അള്ള എനിക്ക് തന്നു? അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മൾ സ്വയം ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ മറ്റ് ഓരോ മേഖലകളിലും നമ്മൾ ചെറുപ്പകാലം മുതൽ നമ്മൾ ചോദിച്ചത്, പല അവസ്ഥകളെക്കുറിച്ച്, പല ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചത്, അതിലേതെങ്കിലുമൊക്കെ പടച്ചവൻ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ എത്ര കാലച്ചിട്ട് അള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കുക? ഒരാളോട് ചോദിക്കുന്നതിന് കുറേ ഒരു 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 ഉളുപ്പൊക്കെ വേണ്ടേ? ഇല്ല, മാനുഷിക തലത്തിൽ വന്നാൽ ഞാനിപ്പോൾ ഒരാളോട് ഒരു സാധനം ചോദിക്കുകയെന്ന് വിചാരിക്കും. ഒരു 2 തവണ ചോദിച്ചു, 3 തവണ ചോദിച്ചു, 4ാമത്തെ തവണ ഞാൻ ചോദിക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ മൂപ്പര് മുങ്ങി നടക്കും. ഇനി അഥവാ മൂപ്പര് മുങ്ങി നടന്നിട്ടില്ലെങ്കിലും ചോദിക്കുന്ന എനിക്ക് തന്നെ ചോദിക്കാൻ ഒരു മടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു മടിയെക്കുറിച്ച് പോലും ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ് സലുല്ലാഹ മിൻ ഫളലി, നിങ്ങൾ അള്ളാഹുവിനോട് അവന്റെ കാരുണ്യത്തെക്കുറിച്ച് ചോദിക്കണം. അവന്റെ ഔദാര്യത്തിൽ നിങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം. ഫഇന്നല്ലാഹ യുഹിബ്ബു മൻ യുസ്അല, ചോദിച്ചതിന്റെ പേരിൽ മടുപ്പുണ്ടാകുന്നവനല്ല അള്ളാഹ്, മറിച്ച് നിങ്ങൾ ചോദിക്കുന്നത് ഇഷ്ടമാണ്. എത്ര തവണ ചോദിക്കുന്നുവോ അത്രത്തോളം റബ്ബി നിങ്ങൾ ഇഷ്ടം. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് അടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ ചങ്ങായിക്ക് ഇതല്ലാണ്ട് വേറൊന്നും ചോദിക്കാനില്ല, എപ്പോൾ കട്ടാലും എപ്പോൾ മേലോട്ട് കൈ ഉയർത്തിയാലും ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കലാണോ എന്ന് വിചാരിക്കുന്ന ഒരാളല്ല അള്ളാഹ്. ചോദിക്കുമ്പോൾ അവനത് വീണ്ടും ചോദിക്കുന്നു. എന്തൊരു ദാസനാണിത്, എന്തൊരു മഹബത്താണ് അവൻക്ക് എന്നോട്. അവനല്ലേ എൻ്റെ ദാസൻ, അവനല്ലേ എന്നിലേക്ക് അടുക്കുന്നത്, ചാണായും മുഴമായും. ഇങ്ങനെ അള്ളാഹുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ, അള്ളാഹുമായിട്ടുള്ള സാമീപ്യം വർദ്ധിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ദുആ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സ് തൊട്ടെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു കണക്കെടുത്താൽ, നമ്മൾ അള്ളാഹുവിനോട് ഒരു സാധനം ചോദിച്ചിട്ട്, ഒരു കാര്യം ചോദിച്ചിട്ട് പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ ഈ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ റബ്ബേ എന്നുള്ള പരാതിയാവും ചിലപ്പോൾ പോയിട്ടുണ്ടാവുക. ഇതാണ് നമ്മുടെ വിഷയം. ഞാൻ എത്രയാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കണമൊക്കെ വേറെ ആൾക്കാർക്ക് കിട്ടുക. ഞാൻ എന്താണോ എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് കരുതി എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പടച്ചറപ്പിനോട് ആഗ്രഹിച്ചെന്ന് പറയാം, അതൊക്കെ തൊട്ടപ്പുറത്തുള്ള വേറൊരാൾക്കാർ കിട്ടിയത്. അവനാണെങ്കിൽ വെട്ടിട്ടാ പള്ളിയിലേക്ക് വരില്ല, വെട്ടിട്ടാ പടിഞ്ഞാറോട്ട് വീഴാത്ത കേവല മുസ്ലിം നാമധാരി, അല്ലെങ്കിൽ അതുപോലും അല്ലാത്ത ഒരാൾ, അയാൾക്ക് എല്ലാം കൊടുക്കുന്ന പടച്ചവനാണല്ലോ. മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു പടച്ചവനല്ലല്ലോ നമ്മൾ പടച്ചവൻ. ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് പോലും കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും അല്ലാഹ് തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവിടെ നമുക്ക് ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവിൻ്റെ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിലേക്ക്
പരാതി ആയിട്ട് നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഉയരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അതും ഇങ്ങനെ ചിന്തിക്കുന്നതിന് ഞാൻ പറഞ്ഞതല്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിലെ 8-9 ആയത്തുകളിലൂടെ നമ്മുടെ ഒരു മനസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ സത്യമാണത്. ഒരാൾക്ക് ജീവിതത്തിൽ ഒരു ദുരിതമുണ്ടായി, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായി, ഒരു മനുഷ്യന് ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിൽ നിന്ന് ശിഫയുണ്ടാവാൻ, ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ആ ചോദിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നു കിട്ടിയാൽ, അതിങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ ഒരു സാധനം ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരുന്നിരുന്ന സാധനമാണ് എന്നത് ഓനാണ്ട് മറക്കും. കാരണം ആ സാധനം കിട്ടിക്കഴിഞ്ഞു. കിട്ടോളമുള്ള പ്രാർത്ഥനയുടെ ആ ഒരു ആത്മാവ് അതവന് നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, പിന്നെ അവൻ അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നുള്ള പ്രാർത്ഥനയെ കുറിച്ചും മറന്നു, അള്ളാഹിനെയും മറന്നു. ഒരു പരീക്ഷയ്ക്ക് റിസൾട്ട് വന്നവരാ, പഠിക്കുമ്പോൾ അള്ളാഹിനെ ഓർമ്മയുണ്ട്, പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അള്ളാഹിനെ ഓർമ്മയുണ്ട്. പരീക്ഷ എഴുതുമ്പോഴും പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് എഴുതിയത്. എനിക്ക് എളുപ്പമുള്ള ചോദ്യ പേപ്പർ ആവണേ, ചോദ്യങ്ങളൊക്കെ എനിക്ക് എളുപ്പമുണ്ടാവണേ, ഞാൻ പഠിച്ച ഉത്തരങ്ങളൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടാവണേ. അങ്ങനെ പരീക്ഷയ്ക്ക് ചെന്നപ്പോൾ ഒക്കെ വളരെ ക്ലിയറാണ്. പരീക്ഷ ഭയങ്കര എളുപ്പമായി. പരീക്ഷ ആണെന്ന് ഇറങ്ങിയപ്പോൾ 3-4 ദിവസം ഞാൻ ഉറക്കൊഴിഞ്ഞ് പഠിച്ചുകൊണ്ട് പരീക്ഷ എനിക്ക് എളുപ്പമായി. അതിൻ്റെ ഇടയിൽ ഒരു സാധനം വിട്ടുപോയി. എന്താ ഇതെങ്ങനെ അത് വിശ്വാസിക്കുന്ന ഒരു ബന്ധം. ഭൗതിക ലോകത്ത് നിന്നുകൊണ്ട് ഇത് പല രീതിയിലൊക്കെ പറയാൻ പറ്റും. പിന്നെ അങ്ങനല്ലേ, ഈ പ്രാർത്ഥിച്ച് ഈ പഠിക്കാതൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്, അത് വേറെ വിഷയം, അത് അവസാനിപ്പിക്കുന്നിടത്ത് ഞാൻ പറയാം. നമ്മൾ പ്രാർത്ഥനയോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് പ്രാർത്ഥന തന്നെയാണ് അല്ലേ? പല പരീക്ഷകളും എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലല്ലോ. ഒരേ പരീക്ഷ എഴുതുന്ന ഒരേ സ്ഥലത്ത് ഒരേ ക്ലാസ് റൂമിൽ തന്നെ വ്യത്യസ്ത സീരീസിലും വ്യത്യസ്ത കോഡുകളിലും വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ടല്ലോ. എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പഠിച്ച ചോദ്യങ്ങൾ ഉൾപ്പെട്ടതല്ലേ. ആ പഠിച്ചത് ദിവസങ്ങൾക്കപ്പുറത്താണെങ്കിലും കൃത്യമായി പരീക്ഷാ ഹാളിൽ എനിക്കത് ഓർമ്മ വന്നില്ലേ? കാരണം ഞാനതിന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് കിട്ടുമ്പോൾ പിന്നെ ഞാൻ പഠിച്ചോണ്ടല്ലേ, എൻ്റെ ബുദ്ധിയല്ലേ, എൻ്റെ സാമർഥ്യമല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരൊറ്റ ചുവട് മാറ്റാം. ഇത് തമാശയായിട്ട് കണ്ടുകൂടാ. കാരണം അത് അള്ളാഹ് പറഞ്ഞതാണ്. കാര്യം നടന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണേ, അവർ നല്ല സ്വാലിഹായ മക്കളാവണേ, അവർക്ക് നല്ല വധുവിനെ കിട്ടണേ, വരനെ കിട്ടണേ എന്നൊക്കെ ചിലപ്പോൾ മാതാപിതാക്കൾ പ്രാർത്ഥിക്കും. അതെന്നെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ എൻ്റെ മോനെ പഠിപ്പിച്ചു, ആണ് വലിയ ഉദ്യോഗസ്ഥനാക്കി, എഞ്ചിനീയറാക്കി, ഡോക്ടറാക്കി, അതുകൊണ്ട് അതുപോലത്തെ ഒരു സാധനത്തിന് എൻ്റെ മോനും കിട്ടി. അത് ന്യായമല്ലല്ലോ. അതിലൊരു അനീതിയുണ്ട്, അതിലൊരു തെറ്റിദ്ധാരണയുണ്ട്, അല്ലെങ്കിൽ അതിലൊരു അക്രമകരമായ നിലപാടുണ്ട്. ആ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാവണം, അള്ളാഹു തന്നെയാണ് നമുക്കത് ചെയ്തു തന്നത് എന്നുള്ള കൃത്യമായ ധാരണയുണ്ടാവണം. അത് നമ്മൾ പറയുകയും വേണം. അതിനുശേഷം നമ്മൾ അള്ളാഹുവിനോട്, റബ്ബേ, ഞാൻ ചോദിച്ച ഒരു കാര്യം ഇത്രമേൽ ഭംഗിയായി നീ എൻ്റെ ജീവിതത്തിൽ നിവർത്തിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല റബ്ബേ. അതിൻ്റെ പേരിൽ ഒരു ശുക്ർ, ആ ശുക്റും കൂടി അള്ളാഹുവിലേക്ക് ഉയർത്തുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന ഉത്തമദാസന്മാരുടെ പ്രാർത്ഥനയുടെ നൈരന്തര്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വിശ്വാസി എത്തുകയുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രശ്നം അതിനേക്കാൾ ഒരു കൂടി മുന്നോട്ടാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ നടക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട്, ചില രോഗങ്ങൾ നമുക്ക് വരരുത് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ, ദൗർഭാഗ്യവശാലൊന്നും ഞാൻ പറയില്ല, എന്തുകൊണ്ടോ ആ രോഗം തന്നെ നമ്മളെ ബാധിച്ചു. എന്തെല്ലാം തയ്യാറെടുപ്പുകൾ ഞാൻ നടത്തി ആ രോഗം വരാതിരിക്കാൻ, പക്ഷെ എനിക്ക് രോഗം വന്നു. ചില കാര്യങ്ങൾ നിവർത്തിച്ചു കിട്ടാൻ നമ്മൾ അള്ളാഹുവിനോട് എത്രയാണ് ചോദിച്ചിട്ടുള്ളതെന്നറിയോ? എന്നിട്ട് അള്ളാഹ് അത് കേട്ടില്ല. എന്തേ റബ്ബേ നീ എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കാതെ പോയത്? എൻ്റെ നാട്ടിൽ മുസ്ലിം ഉമ്മത്ത് ഇത്രയേറെ ദുരിതം അനുഭവിക്കുന്നത് കണ്ടിട്ട് നിഷ്ക്രിയരായി മുഴുവൻ ലോകം നോക്കി നിന്നിട്ടും, റബ്ബേ, ഞാൻ ആത്മാർത്ഥമായിട്ടല്ലേ ഇതിനോട് പ്രാർത്ഥിച്ചത്? ഞാൻ ആത്മാർത്ഥമായിട്ടല്ലേ ഇതിനോട് പ്രാർത്ഥിച്ചത്? ഇന്നത്തെ ന്യൂസ് എന്താ അറിയോ നിങ്ങൾക്ക്? ഗസയിൽ UK റോയൽ എയർഫോഴ്സ് ഭക്ഷണ സാധനങ്ങളും വൈദ്യസഹായവും ആകാശത്തിൽ നിന്ന് വർഷിച്ചു. കാരണം അങ്ങോട്ട് പ്രവേശനമില്ല പോലും.
ആരാ ചെയ്തത് നോക്കണേ. മുസ്ലിം ഉമ്മത്തിന്റെ പ്രാതിനിധ്യമല്ല, ലോക മുസ്ലിം രാഷ്ട്രങ്ങളല്ല. യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായി ഇവിടെ അക്രമ ഭാഗത്ത് നിൽക്കുന്ന, അക്രമികളുടെ പക്ഷത്ത് നിൽക്കുന്നതെന്ന് നമുക്ക് ബോധ്യമുള്ള UK, യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടന്റെ റോയൽ എയർഫോഴ്സ് പാരച്യൂട്ടുകളിൽ ഭക്ഷണ സാധനങ്ങൾ ഇറക്കുന്നു. അത് ആർക്കെങ്കിലൊക്കെ താഴെയുള്ളവർക്ക് കിട്ടുമെന്നൊരു വിശ്വാസമാണ്. കാരണം അതേ നിവൃത്തിയുള്ളൂ. അത്രമേൽ അക്രമികൾ ശക്തരാണ്. ഏതാനും ദിവസങ്ങൾക്ക് നമ്മൾ കേട്ടല്ലോ, ഈജിപ്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കുപ്പിയിൽ ഭക്ഷ്യസാധനങ്ങൾ ഇറക്കിയിട്ട് കടലിലേക്ക് വലിച്ചെറിയാണ്. അതേ എനിക്ക് ചെയ്യാൻ കഴിയൂ. ഇത് ഒഴുകി 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 ഗസയുടെ തീരങ്ങളിൽ എവിടെയെങ്കിലും എത്തിയാൽ അവർക്കത് ഉപകാരപ്പെടട്ടെ. അതവിടെ എത്തിക്കൽ അള്ളാന്റെ പണിയാണ്, അതവിടെ ഇടൽ എൻ്റെ പണിയാണ്. എന്നിട്ട് അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ പോലും ഉണ്ടല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ, നമ്മൾ കണ്ടോന്നറിയില്ല. അയാൾ പ്രാർത്ഥിക്കാണ്, റബ്ബേ എൻ്റെ കൈകൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നിസ്സാരമായ കാര്യം ഞാനിതാ ചെയ്യുന്നു. ഞാൻ അതിൻ്റെ കൂടെ ഒരു പ്രാർത്ഥന കൂടി ഉരുവിടുന്നു. ഇത് നീ അവശത അനുഭവിക്കുന്നവർക്ക് എത്തിക്കണമേ, അർഹിക്കുന്നവർക്ക് എത്തിക്കണമേ. ആ പ്രാർത്ഥന അത് എത്തി 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 എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, പിന്നീട് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളുള്ള പല രാജ്യങ്ങളിലെയും ഗസയിലെ ജനങ്ങളോട് ആഭിമുഖ്യം കാണിക്കുന്ന, അവരുടെ അവസ്ഥയെ തിരിച്ചറിയുന്ന, അവരോട് സഹതാപം മനസ്സിൽ ഉരുവാകുന്ന ഓരോ ആളുകളും തങ്ങളുടെ രാജ്യത്തിന്റെ തിരത്തിൽ ചെന്നുകൊണ്ട് തിരമാലകളുടെ ഇടയിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ നിറച്ച കുപ്പികൾ വലിച്ചെറിയുന്നിടത്തേക്ക് എത്തുന്നു. അത് നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനവും എന്ന് പറഞ്ഞതിന്റെ ഭാഗമാണ്. അപ്പൊ പ്രാർത്ഥനകൾ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വന്ന അങ്ങനെയല്ല, പറഞ്ഞു വന്ന വിഷയമല്ല. പ്രാർത്ഥനകൾ ചിലപ്പോഴൊക്കെ കേൾക്കാതെ പോകാറ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ ജീവിതത്തിൽ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട്, ആവശ്യപ്പെട്ടിട്ട്, നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ട് അത് കിട്ടിയില്ല എന്ന പരാതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കേൾക്കണേ. സൂറത്തുൽ ബഖറ ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 216. നിങ്ങളുടെ മനസ്സിലൊരു പരാതി ഉണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിച്ച് 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 പിന്നെ അവസാനം എന്നിലേക്ക് വന്നതൊരു പരാതിയാണ്, അള്ളാഹുവിലേക്ക് എത്തിയതൊരു പരാതിയാണ്. ആ പരാതിയുടെ അടിസ്ഥാനം പറയുന്നത് അങ്ങനെയാവല്ലേ റബ്ബേ, അങ്ങനെയാവല്ലേ റബ്ബേ, ഇങ്ങനെയാവല്ലേ റബ്ബേ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കല്ല റബ്ബേ എന്ന് നിങ്ങൾ കരുതിയത്, നിങ്ങൾക്കത് നല്ലതല്ല എന്ന് നിങ്ങൾ കരുതിയത്, നിങ്ങൾക്കത് ദുരിതമാണ്, നിങ്ങൾക്കത് നല്ലതല്ല, അത് നിങ്ങളെ ദുരിതപർവ്വത്തിലേക്ക് എത്തിക്കുമെന്ന് നിങ്ങൾ ഭയന്നുവെങ്കിൽ ഞാനാണ് പറയുന്നത്, അള്ളാഹ് പറയാ, അതിലൊരു ഹൈറുണ്ട്, അതിൽ നിങ്ങൾക്കൊരു ഹൈറുണ്ട്. തീർന്നോ? എനിക്ക് വേണം, എനിക്ക് വേണം, അതില്ലാതെ പറ്റില്ല എൻ്റെ ജീവിതത്തിൽ റബ്ബേ, നീ അതെനിക്ക് താ, നീ എനിക്ക് താ, അത് നിവർത്തിച്ച് താ, എന്നെ നീ അതുകൊണ്ട് അനുഗ്രഹിക്ക് എന്ന് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച നന്മയെന്നും പുണ്യമെന്നും നിങ്ങൾ കരുതിയതുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് വലിയൊരു ഷർറ് വരാനുണ്ട്, വലിയൊരു ഷർറ് വരാനുണ്ട്. അത് നിങ്ങൾക്കറിയില്ല. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അത് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയാത്തത് അറിയുന്നവനാണ് അള്ളാഹു. ഈ പരാതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഞാൻ ഇതിന് മുമ്പ് ഇവിടെ ചിലപ്പോൾ കുത്തുബയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കുട്ടിയെയും കൊണ്ട് ഒരു വീട്ടുവേലക്കാരി ഒരു തെരുവിലൂടെ നടന്ന കഥ സാന്ദർഭികമായിട്ട് വേണമെങ്കിൽ പറയാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആവർത്തന വിരസതയായി തോന്നുമെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കച്ചവടം നടക്കുന്ന തെരുവിലൂടെ ഇങ്ങനെ നടക്കണം. നമ്മൾ പെരുന്നാളാവാന്നൊക്കെ വിചാരിക്കുക ജയം റോട്ടിൽ. ഞാൻ എൻ്റെ മോളുടെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. എൻ്റെ പോക്കറ്റിൽ പൈസ ഒക്കെ ഉണ്ട്. അവൾ ചോദിക്കുന്ന, അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തൊരു കാര്യമില്ലല്ലോ, അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം അവൾ ചോദിക്കട്ടെ. അവൾ ചോദിക്കുന്നത് വാങ്ങിച്ചു കൊടുക്കാം എന്ന അർത്ഥത്തിൽ, അവൾ ചോദിക്കട്ടെ എന്ന അർത്ഥത്തിൽ ഞാൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. എൻ്റെ കൊച്ചുമോളുടെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നടന്നിട്ട് ഞാൻ ഇത് ചോദിക്കും, അത് ചോദിക്കും, ഇത് ചോദിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. കുട്ടി ഒന്നും ചോദിച്ചില്ല. അവസാനം ആ തെരുവിൻ്റെ അങ്ങേയറ്റത്ത് ഏതോ ഒരു പാമ്പാട്ടി തൻ്റെ കൂടെ തുറന്ന് മകിടിയൂതി ഒരു പാമ്പിനെ കളിപ്പിക്കുന്നു. കാണാൻ സുന്ദരനായ ഒരു പാമ്പ്, വെള്ളയിൽ വെളുത്ത വരകളുള്ള അതിമനോഹരമായ പാമ്പ്. അതിന് പിറകിൽ നിന്ന് നോക്കുമ്പോൾ പോലെ മനോഹരമായ ഒരു ചിത്രം വരച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു ചിത്രം. കുട്ടി അത് കണ്ടപ്പോൾ ചോദിച്ചു, ഉപ്പച്ചി എനിക്കത് വേണം. അത്രമേൽ മനോഹരമാണ് അതിൻ്റെ ചാഞ്ചാട്ടം, അതിൻ്റെ രീതി.
അതിൻ്റെ താളം അതൊക്കെ കണ്ടപ്പോൾ കുട്ടി പറഞ്ഞു ഉപ്പച്ചി എനിക്ക് വേണമെന്ന് പറഞ്ഞു. വസ അൻ തുഹിബ്ബു ശൈഅൻ, അത് ആ കുട്ടിക്ക് സന്തോഷം നൽകുമെന്ന് കുട്ടി വിചാരിച്ചതാണ്. അത് കിട്ടിയാലേ താൻ ഹാപ്പി ആവൂ എന്ന് കുട്ടി തീരുമാനിച്ചതാണ്. കുട്ടിയുടെ കൈ പിടിച്ച ഞാൻ കുട്ടിയെ മുറുക്കി പിടിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ സംഭവിച്ചാലും ഞാനത് കൊടുക്കില്ല. ബഹുവശറുലക്കും, കാരണം എനിക്കറിയാം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കറിയാത്തൊരു വിഷയം എനിക്കറിയാം. മോളെ, ഞാനത് വാങ്ങിച്ചു തന്ന അതോടുകൂടി നിന്റെ കഥ കഴിഞ്ഞു. പിന്നെ എനിക്ക് എൻ്റെ കണ്ണിലുണ്ണിയായ നീ നഷ്ടപ്പെടും. കുട്ടി തല തല്ലി കരയും, നിലത്ത് കരയും, ആർത്തട്ടഹസിച്ച് കരയും. ഞാൻ വാങ്ങിക്കൊടുക്കില്ല. ഇതൊരു വാങ്ങിക്കൊടുക്കാതിരിക്കാൻ 2 കാരണങ്ങളുണ്ട്. ഇതിലൊന്നാമത്തെ കാരണം ഇപ്പം ഞാൻ പറഞ്ഞുള്ളൂ. എന്ത്? വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു പക്ഷേ നമുക്ക് നല്ലതാവാൻ വഴിയില്ല. നമുക്കതിൻ്റെ പിറകിൽ ഒരു ദുരന്തമുണ്ടാവാം. നമുക്ക് ദുരന്തമെന്ന് നമ്മൾ തോന്നുന്ന ഒരു കാര്യത്തിൻ്റെ പിറകിൽ ചിലപ്പോൾ നമുക്ക് നല്ലതുണ്ടാവാം. ഇത് അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അതുപോലെ ഈ കുട്ടിയുടെ വിഷയത്തിൽ ആ പാമ്പാട്ടിയിൽ നിന്ന് ആ പാമ്പിനെ വാങ്ങി കുട്ടിക്ക് കളിക്കാൻ കൊടുത്താൽ അത് കുട്ടിക്ക് അപകടകരമാണ് എന്നത് കുട്ടിക്കറിയില്ല, എനിക്കറിയാം. അതൊന്നാമത്തെ കാര്യമാണ്. അതാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അതിൽ നിന്ന് ചുഴിഞ്ഞെടുക്കേണ്ടതുണ്ട്. എന്താ? കുട്ടി തല തല്ലി കരയാണ്, എന്നാൽ പിന്നെ ഞാൻ പറയാം എന്തൊരു ശല്യമാണത്, എന്നാൽ പിന്നെ നിന്റെ ഇഷ്ടത്തിനാവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ആ സാധനം വാങ്ങിച്ചു കൊടുക്കുമോ? കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഈ കുട്ടിയോട് എനിക്ക് മഹബത്തില്ല, ആ കുട്ടിയോട് എനിക്ക് സ്നേഹമില്ല, ആ കുട്ടിയോട് എനിക്ക് കാരുണ്യമില്ല, ആ കുട്ടിയോട് എനിക്ക് പരിഗണനയില്ല, ആ കുട്ടിയോട് എനിക്ക് അല്പം പോലും പരിഗണനയില്ല. ആ കുട്ടിയുടെ സ്ഥാനത്ത് നമ്മളെയും കുട്ടിയുടെ പിതാവിൻ്റെ സ്ഥാനത്ത് അള്ളാഹിനെ ഒന്ന് കണക്കൂട്ടി നോക്കി. നിങ്ങൾ കരഞ്ഞു പറഞ്ഞു, തന്നില്ല. എന്താ കാരണം? നമുക്ക് വേണമെന്ന് നമുക്കറിയാം, നമുക്കത് ആവശ്യമാണ്, നമുക്കത് നല്ലതാണ്, അതുണ്ടെങ്കിലേ നടക്കുള്ളൂ, നമുക്ക് മനസ്സിലായി. പക്ഷെ അള്ളാഹ്ക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് നല്ലതല്ല. ഒന്ന്, നല്ലതല്ലെങ്കിലും നീ ചോദിച്ചതല്ലേ ദാസ, നാ പിടിച്ചോ, തന്നോ? ഇല്ല. കാരണം അങ്ങനെ നീ നശിക്കരുത് എന്ന ഹുബ്, ഇഷ്ടം, വാത്സല്യം, പരിഗണന, അത് അള്ളാഹ്ക്ക് നമ്മളോടുണ്ട്. ഈ പരിഗണന തട്ടിക്കളഞ്ഞിട്ടാണ് നമ്മൾ അള്ളാഹിനോട് പറയുന്നത് റബ്ബേ പ്രാർത്ഥന കേട്ടില്ലല്ലോ. ഇപ്പൊ മനസ്സിലായ പ്രാർത്ഥനയുടെ ഉള്ളറ? ഈ ഉള്ളറകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടാത്തതും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരാതിയാകരുത്. തീർന്നില്ല. അതുകൊണ്ട് മാത്രമല്ല, വേറൊരാളെ കാര്യം നോക്കിയിട്ട് മറ്റൊരാൾ ചോദ്യപേപ്പർ നോക്കിയിട്ടാണ് ഇതൊക്കെ നമുക്ക് പറയുന്നത്. അള്ളാഹിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ സഈദ് ഖുദരി പറയുന്നു, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തി ലൈസ ഫീഹാ ഇസ്മിൻ വലാ ഖതിയത്തു റഹ്മൻ. അള്ളാഹുവിന്റെ ദാസൻ, ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നേരത്തെ പറഞ്ഞ ആ ആയത്തിന്റെ അതിന്റെ ഒരു പ്രായോഗിക രീതി പറയാണ് പ്രവാചകൻ. ഒരു ഒരു പാപത്തെ തൊട്ട്, ഒരു വൃത്തികേടിനെ തൊട്ട് അല്ലാതെ ഒരു നല്ല കാര്യത്തിന് വേറൊരുത്തൻ്റെ ഐശ്വര്യം കാണുമ്പോൾ പഹയ മുടിഞ്ഞു പോട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങനത്തെ പ്രാർത്ഥനയല്ല നമുക്ക് വേണ്ടത്. മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്തത്. വേറെ തീർന്നില്ല, വലാ ഖതിയത്തു റഹിമിൻ, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ വേണ്ടിയിട്ടല്ലാത്ത പ്രാർത്ഥന. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ഇവിടുത്തെ വിഷയം കുടുംബബന്ധമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കുടുംബബന്ധത്തിന്റെ പ്രാധാന്യം. അതുപടിയും വരും. കുടുംബബന്ധം വിച്ഛേദിക്കപ്പെടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാപം ഉൾക്കൊണ്ടിട്ടുള്ളതോ അല്ലാത്ത ഒരു പ്രാർത്ഥന ഒരു ദാസൻ അള്ളാഹുവിലേക്ക് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന മൂന്നാലൊരു തരത്തിൽ അള്ളാഹു പരിഗണിക്കപ്പെടാതിരിക്കില്ല. പരിഗണിക്കാത്തൊരവസ്ഥയില്ല. മൂന്ന് തരത്തിൽ അതിലേതെങ്കിലും തരത്തിൽ അള്ളാഹു അത് പരിഗണിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, ഇമ്മാ അൻ തുഅജ്ജില ലഹു ദഅവതുഹു. ചിലപ്പോൾ അല്ല എന്ത് ചെയ്യും, നിങ്ങൾ എന്താണോ ചോദിച്ചത് അതന്നെ തരും. അത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ എന്താണോ ചോദിച്ചത് അത്, വിജയം, രോഗശമനം, വിദ്യാഭ്യാസം, സംസ്കാരം, ധനം, ധനാഢ്യനാവുക, അംഗീകൃതനാവുക, പാണ്ഡിത്യം, അംഗീകാരം, സർവാംഗീകാരം, പരമാധികാരം, നമ്മുടെ ഈ ഭൗതിക ഭാഷയിൽ നിന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചോദിച്ച് നമ്മുടെ കയ്യിൽ കിട്ടി. ചിലപ്പോൾ കിട്ടിയേക്കാം. എന്താണോ നമ്മൾ ചോദിച്ചത് അതൊരു പക്ഷേ അള്ളാഹു തന്നേക്കാം. അതാണ് ഒന്ന്. ചോദിച്ചത് എന്തോ കിട്ടി.
ചിലപ്പോൾ അല്ല എന്ത് ചെയ്യുന്നറിയോ, അതിവിടെ തരൂല, പകരം അതിന് ചിലത് ആഖിറത്തിൽ തരാം. അവിടെ കിട്ടിയിട്ട് എന്തിനാ? അപ്പൊ തന്നെ നമ്മളെ ഉള്ളിൽ സാധാരണ രീതിയിൽ ചിലപ്പോൾ ഒരാൾക്ക് തോന്നിയേക്കാം, ഇവിടെ ചോദിക്കുന്ന കാര്യം ഇവിടെ കിട്ടാതെ അവിടെ കിട്ടിയിട്ട് എന്തിനാ? അത് നമുക്ക് വരാം ആ വിഷയത്തിലേക്ക്. അപ്പൊ രണ്ടാമത്തെ ഒരു കാര്യം അതാണ്, എന്ത്, ഇവിടെ ഒരു സാധനം ചോദിച്ചാൽ അത് ഇവിടെ തരാൻ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്, നമുക്ക് നല്ലതല്ലാത്തത് കൊണ്ടും അള്ളാഹുവിനോ നമ്മളോട് പ്രണയമുള്ളത് കൊണ്ടും മഹബത്തുള്ളത് കൊണ്ടും സ്നേഹമുള്ളത് കൊണ്ടും പരിഗണനയുള്ളത് കൊണ്ടും ഇവിടെ തരൂല. പക്ഷെ പ്രാർത്ഥന വെറുതെ ആയില്ല. അവിടെ ചെല്ലുമ്പോൾ അള്ള പറയും, നാട്ടില് ഇന്ന കാര്യങ്ങൾ പ്രാർത്ഥിച്ചല്ലോ, ഞാനത് അപ്പം തന്നിട്ടില്ല, അതിന് പകരമായിട്ട് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ സൗരഭ്യങ്ങൾ ഒരു പക്ഷെ നമുക്ക് കുറേ തരും. അപ്പൊ ഞാനാണെങ്കിൽ പറയും റബ്ബിനോട്, എന്നാ പിന്നെ റബ്ബെ ഈ സ്വീകരിച്ച പ്രാർത്ഥനയും കൂടി എനിക്ക് തടയായിരുന്നില്ലേ അല്ലേ? നമ്മൾ പറയുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം നമുക്ക് ചില പ്രാർത്ഥനകൾക്ക് ഇവിടെ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾക്ക് അവിടെ സ്വർഗം കിട്ടി. സ്വാഭാവികമായിട്ട് നമ്മൾ പറയില്ല, പടച്ചവൻ അവിടെ കിട്ടിയതൊക്കെ അവിടെ പോയി, കിട്ടിയത് എക്കാലത്തും പോവാതെ കിടക്കുന്ന ഈ ദുനിയാവിലെ തന്നാ പോരായിരുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കില്ലേ? അങ്ങനെ ചോദിക്കുമെന്നുള്ള ബോധ്യം ഇപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടാത്ത സാധനത്തിന്റെ പേരിൽ അതാനോട് പരാതി ഉണ്ടാവില്ല. അതാണ് പ്രാർത്ഥനയെ തിരിച്ചറിയാന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് രണ്ടാമത്തെ കാര്യം. ഒന്നുകിൽ നമ്മൾ ചോദിച്ചത് അള്ളാഹു ഇവിടെ തരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ചോദിച്ചതിന് പകരം അള്ളാഹു മറ്റെന്തോ തരുന്നു, അല്ലെങ്കിലോ ചിലപ്പോൾ എന്താണെന്നറിയോ, നിങ്ങൾക്ക് വരാനിരുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു വലിയ ദുരന്തത്തെ തൊട്ട് അള്ളാഹു ആ പ്രാർത്ഥനയുടെ പേരിൽ നിങ്ങളെ മാറ്റി നിർത്തി. നിങ്ങൾക്ക് വരാനിരുന്ന ഒരു ദുരന്തം, ഒരു വലിയ മഹാമാരി, ഒരു വലിയ രോഗം, ഒരു വലിയ നഷ്ടം, ഒരു വലിയ ദുരന്തം, നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു ദുരന്തം, ഒരു പിതാവെന്ന അർത്ഥത്തിൽ സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു ദുരന്തം, ഒരു ഭർത്താവ് എന്ന അർത്ഥത്തിൽ, ഒരു ഭാര്യ എന്ന അർത്ഥത്തിൽ, ഒരു മാതാവ് എന്ന അർത്ഥത്തിൽ, ഒരു സഹോദരൻ എന്ന അർത്ഥത്തിൽ, ഒരു സുഹൃത്ത് എന്ന അർത്ഥത്തിൽ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത ഒരു ദുരന്തം നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു കണക്കാക്കി വെച്ചിരുന്നു. പക്ഷേ നിങ്ങളുടെ ഒരു പ്രാർത്ഥന ഇവിടെ സ്വീകരിക്കാത്തതിന് പകരം അള്ളാഹു ആ ദുരന്തത്തെ നിങ്ങളിൽ തട്ടിമാറ്റി. അങ്ങനെ എത്ര ദുരന്തം തട്ടിമാറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് അതിനറിയാം. നമ്മളൊന്ന് ആലോചിച്ചു, എത്ര അപകടങ്ങളിൽ നിന്ന് നമ്മൾ എന്താ പറയാ സെക്കൻഡുകൾ കൊണ്ട് രക്ഷപ്പെട്ടേ പറയാൻ കഴിയും. ലോകോത്തര ഗായകനായ ഒരു മലയാളി ഗായകൻ ഒരിക്കൽ ഒരു ബഹ്റൈൻ വിമാന ദുരന്തത്തിന് ശേഷം പറഞ്ഞ ഒരു വർത്തമാനം ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട്. യേശുദാസ് എന്ന സഹോദരൻ, ലോകോത്തര മലയാള ഗായകൻ, അദ്ദേഹം ബഹ്റൈനിലെ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ബഹ്റൈൻ വിമാനം അദ്ദേഹത്തിന് 10 മിനിറ്റിന്റെ വ്യത്യാസത്തിന് അദ്ദേഹം ഗായകനാണ് എന്ന കാരണത്തിൽ കാത്തു നിന്നില്ല പോലും. എയർപോർട്ടിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ തന്നെ അമർഷം പറഞ്ഞു, ഇത്രമേൽ പ്രശസ്തനായി അംഗീകരിക്കപ്പെടുന്ന, ലോകം ആദരിക്കുന്ന ഒരു ഗായകനെ 10 മിനിറ്റ് കാത്തു നിന്നാൽ ആകാശം ഇടിഞ്ഞു പോകുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂപ്പര് നിപ്പിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ആ ഫ്ലൈറ്റാണ് ബഹ്റൈനിലേക്ക് ഇറങ്ങുമ്പോൾ വിമാന ദുരന്തമായി മാറുകയും 112 പേരിൽ ഒരാൾ പോലും രക്ഷപ്പെടാതെ കേവലം പുകയായി മാറിയത്. ഉളുപ്പില്ലാണ്ട് അദ്ദേഹം പിന്നീട് അതേ സോഷ്യൽ മീഡിയയിൽ തിരികെ കയറ്റി, ദൈവകൽപ്പനയാണ് എന്നെ താമസിപ്പിച്ചത്, അതുകൊണ്ട് എനിക്ക് ആ വിമാനം കിട്ടാതെ പോയത് കൊണ്ട് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നു, ദൈവത്തിന് നന്ദി. ഇതാദ്യം മനസ്സിലായിരുന്നെങ്കിൽ ദൈവത്തെ സ്വീകരിക്കണം. ഒന്നാലോചിച്ചു, ആ വിമാനം കിട്ടലായിരുന്നു അദ്ദേഹത്തിന്റെ അർത്ഥന, പ്രാർത്ഥന, ആവശ്യം, ആഗ്രഹം, അഭിനിവേശം. പക്ഷെ അള്ളാഹു തീരുമാനിച്ചത് ഇപ്പൊ പോണ്ടെന്നാ. കാരണം ഒരു വലിയ ദുരന്തത്തെ തട്ടി നീക്കി. എനിക്ക് അനുഭവമുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും അനുഭവമുണ്ട്. നമുക്ക് ഓരോരുത്തരും അത് വലിയ കാര്യമായിട്ട് അതിൻ്റെ പേരിൽ ഒരു വലിയ ഷെയ്ഖോനാണെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരിക്കൽ വയനാട്ടിൽ കുട്ടികളുടെ ക്യാമ്പിന് വേണ്ടി പോകുമ്പോൾ, എങ്ങനെ ഏതിനൊന്നും പറയുന്നില്ല, ക്യാമ്പിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൗദിയിൽ നിന്ന് കുറേ കുട്ടികളുമായിട്ട് വന്നതാണ്. ആ കുട്ടികളെ തിരിച്ച് വീട്ടിലേൽപ്പിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ടായി. 4 പെൺകുട്ടികളെ. ആ പെൺകുട്ടികൾ അരീക്കോടും മലപ്പുറത്തൊക്കെയായി തിരിച്ചു വിട്ടിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ, അന്ന് കുറ്റിപ്പുറം ഇന്നത്തെ അവസ്ഥയിലല്ല, കുറ്റിപ്പുറം ജംഗ്ഷനിൽ ഒരു വലിയ സിഗ്നലുണ്ട്. വളരെ ചുരുക്കി പറയാൻ, അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് ഇന്നും ഉത്തരറിയില്ല. പക്ഷെ ഇത്തരം ചില ഹദീസുകൾ കാണുമ്പോൾ ശുക്ർ ചെയ്യാനും അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക സുജൂദ് ചെയ്യാനുമാണ് തോന്നാറ്. ഞാൻ ദൂരെ സിഗ്നൽ കാണുന്നുണ്ട്, കുറ്റിപ്പുറം സിഗ്നൽ. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. കുറച്ച് നേരമേ ഉള്ളൂ. അപകടങ്ങൾ സംഭവിക്കാറ് അങ്ങനെയാണ്, എപ്പോഴും വീടെത്താൻ നേരത്താണ്. ഈ പൊന്നാനി ചന്തപ്പടിയിലേക്ക് എത്താൻ കേവലം 15 മിനിറ്റിന്റെ യാത്രയല്ലേ ഉള്ളൂ. എടപ്പാളിൽ ചെന്നാൽ ഒന്ന് തിരിയേണ്ടതല്ലേ ഉള്ളൂ. കണ്ണിങ്ങനെ ഉറക്കം വന്നിട്ട് ഇങ്ങനെ താഴുന്നുണ്ട്. എന്നാലും ഞാൻ വിടർത്തി പിടിച്ചുകൊണ്ട് വാഹനം ഓടിക്കുകയാണ്. സിഗ്നൽ ഞാൻ കണ്ടു, സിഗ്നൽ പച്ചയാണ്. ആ പച്ച സിഗ്നൽ കിട്ടാൻ വേണ്ടി അതിവേഗത്തിൽ ഞാൻ വാഹനം ഓടി വരുന്നു. പിന്നെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല.
പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു ചുവന്ന റിബൺ ഇങ്ങനെ പാറുന്നതാണ് കാണുന്നത്. ഞാൻ സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി. സംഭവിച്ചത് എന്താണെന്നറിയില്ല. പിന്നീട് ഞാൻ എൻ്റെ സുബോധത്തിലേക്ക് വന്ന് കാണുമ്പോഴാണ് ആ ചുവന്ന റിബൺ എന്ന് പറയുന്നത് ഇലക്ട്രിക് പോസ്റ്റുകൾ നിരത്തി വെച്ച് ഒരു വലിയ ട്രക്ക് എൻ്റെ മുന്നിലുണ്ട്. അതിൻ്റെ മുന്നിലേക്കാണ് ഞാൻ ഓടിക്കയറുന്നത്. സിഗ്നൽ കടന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്ത് പറ്റി? അവിടത്തേക്ക് ഞാൻ ഉറങ്ങിപ്പോയി. ആ ഉറങ്ങിയ ഞാൻ ഒരു സെക്കൻഡ് ശേഷമാണ് ഉണർന്നതെങ്കിൽ ഇന്ന് ഞങ്ങളോട് നിങ്ങൾ സംസാരിക്കില്ലല്ലോ. ആ പോസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് എൻ്റെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി എൻ്റെ കാര്യത്തിൽ അന്നൊരു തീരുമാനമാവുമല്ലോ. ആരാണ് എന്നെ ഉണർത്തിയത്? അങ്ങനെ ഉണരാനുള്ള തീരുമാനം അവിടെ നിന്നുണ്ടായി. അത് വലിയൊരു മഹത്തായ കാര്യമായിട്ട് പറഞ്ഞതല്ല. ഇങ്ങനെ ഓരോരുത്തരും ഒന്ന് വഴുതി വീഴാൻ പോയിട്ട് എത്ര തവണ അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞോ പറയാതെയോ ആ ഒരൊറ്റ വീഴ്ച കൊണ്ട് തീരുമായിരുന്നു നമ്മളെ കാര്യം. എന്നെന്നും അവസാന ശ്വാസം വരെ ഒരു കട്ടിലിൽ കിടന്ന് സ്വന്തം കാര്യങ്ങൾ അനുവർത്തിക്കാൻ വേറൊരാളുടെ ആവശ്യം വേണ്ടി വരുന്ന ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ആ വഴുതലിൽ നിന്ന് അത്ഭുതകരമായി നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലേ? റോഡ് മുറിച്ച് കിടക്കുമ്പോൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടില്ലേ? വാഹനം ഓടിക്കുന്ന, ബൈക്ക് ഓടിക്കുന്ന ഓരോരുത്തരും മനസ്സ് തൊട്ടൊന്ന് ചോദിക്കുക, എത്ര തവണ ഒന്ന് പാളിപ്പോയിരുന്നെങ്കിൽ? ഞാൻ പോയ പോലെ തന്നെയല്ല അയാളും പോയത്. അയാൾ വീണല്ലോ, ഞാൻ എന്താ വീഴാഞ്ഞത്? അങ്ങനെയൊക്കെ ചോദിക്കാൻ കഴിയണ്ടേ? ആ ചോദ്യങ്ങളും ചോദിക്കണമല്ലോ. കിട്ടാത്തതിൻ്റെ കണക്കുകൾ നിരത്തി വെച്ചുകൊണ്ട് അള്ളാഹിനോട് പരാതി വരുത്തുന്നതിന് മുമ്പ് കിട്ടിയതിൻ്റെ കണക്കുകൾ കൂടി ഒന്ന് വെച്ച് നോക്കിയാൽ, കിട്ടാത്തതിൻ്റെ ന്യായങ്ങൾ എന്തെന്ന് പരിശോധിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും ഈ 3 തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഉത്തരം ചെയ്യപ്പെട്ടതാണ് എന്നുറപ്പാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലയോ എന്നത് ഈ 3-ാമതൊരു തരത്തിൽ ഉള്ളതാണ്, അത് സ്വീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു ഹൈറാണ്. അല്ല അല്ലഹു ഹൈർ, അതൊരു ഹൈറാണ്, അതിലൊരു നന്മയുണ്ടെന്ന് ബോധ്യപ്പെടണം. ഞാനൊരു ചെറിയൊരു കഥ പറയാം. പലപ്പോഴും കഥകളാണല്ലോ നമ്മുടെ ഉള്ളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. പണ്ട് ഒരു രാജകൊട്ടാരത്തിൽ അവിടുത്തെ മന്ത്രി എന്ത് കാര്യങ്ങൾ, അത് ദുരന്തമാണെങ്കിലും അല്ലെങ്കിൽ ഒരു നല്ലതല്ലാത്ത കാര്യം വന്നാലും മൂപ്പരപ്പം പറയും അല്ലഹു ഹൈർ, അത് നല്ലതിനാവും. അത് എന്ത് സംഭവിച്ചാലും മൂപ്പർ അങ്ങനെ പറയൂല അല്ലഹു ഹൈർ. അത് ചിലപ്പോ ശത്രുസേന അതിർത്തിയിൽ വന്നിട്ട് യുദ്ധം തുടങ്ങിയിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഗംഭീരമായിട്ട് ചർച്ച ചെയ്യാവും. അപ്പോഴും അതിൻ്റെ ഇടയിൽ മൂപ്പർ പറയും അല്ലഹു ഹൈർ. ചിലപ്പോൾ അതിനെന്തെങ്കിലും ഹൈർ ഉണ്ടാവും. ഹൈറില്ലാതെ ഈ ദുനിയാവിൽ ഒരു കാര്യവും നടക്കുന്നില്ല. നമ്മുടെ കാഴ്ചയിൽ എന്തെങ്കിലും ഷെറായിട്ട്, അല്ലേ? വെറുതെ പറഞ്ഞു വൈദാമസവും ഷെറുലക്കും എന്ന് പറഞ്ഞ പോലെ ഷെറ് ഉണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ അതിലൊരു ഹൈറുണ്ടെന്ന് പറയും. അങ്ങനെ ഒരു ദിവസം ആയുധാഭ്യാസം നടത്തുന്നതിനിടയിൽ രാജാവിൻ്റെ ഒരു കൈ മുറിഞ്ഞുപോയി. ഈ ചെറുവിരലിൻ്റെ ഒരു കഷ്ണം അറ്റുപോയി വാളുകൊണ്ടിട്ട്. ഇത് കണ്ടു നിന്ന മന്ത്രി അപ്പോഴും പറഞ്ഞു, പേടിക്കേണ്ട രാജാവല്ല, അല്ലഹു ഹൈർ, അതിലെന്തെങ്കിലും ഒരു ഹൈർ ഉണ്ടാവുമെന്ന് പറഞ്ഞു. സത്യത്തിൽ രാജാവ് വല്ലാതെ അങ്ങ് കോപാകുലനായി. ഇത് ഇനി സഹിക്കാൻ കഴിയില്ല. പല സമയത്തായി ഇയാളിത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് വന്നാലും അല്ലഹു ഹൈർ, അത് നല്ലതിന്, അത് നല്ലതിന്. ഇപ്പം എൻ്റെ ഒരു കൈവിരൽ നഷ്ടപ്പെട്ടിട്ട് പോലും എന്താ പരിഹസിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് കോപാകുലനായ രാജാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തെ ജയിലിലടയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. കാരാഗൃഹത്തിലടച്ചു. അങ്ങനെ കാരാഗൃഹത്തിൽ അടയ്ക്കാനുള്ള വിധി വന്നിട്ട് അദ്ദേഹത്തെ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും മന്ത്രി പറയണതില്ല അല്ലഹു ഹൈർ. അത് കണ്ടുനിന്ന സൈന്യാധിപൻ ആ കൂട്ടത്തിൽ ഒരു തള്ളും കൂടി കൊടുത്തു. കാരണം ഇനി ഇതിലും വലിയ പരിഹാസം വേറുണ്ടോ? രാജകൽപ്പന വന്നിട്ട് അവനെ ജയിലിൽ കൊണ്ടിടുമ്പോൾ മൂപ്പര് പറയണില്ല അല്ലഹു ഹൈർ. അങ്ങനെ അത് കഴിഞ്ഞു പോയി. പിന്നെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം പതിവ് പോലെ രാജാവ് നായാട്ടിന് പോയി. പണ്ടത്തെ കാലത്തെ രാജാക്കന്മാരുടെ രീതിയാണല്ലോ നായാട്ടിന് പോകും. അങ്ങനെ നായാട്ടിന് പോയ സമയത്ത് ഇപ്രാവശ്യം എന്തുകൊണ്ടോ നരഭോജികളായ കുറെ ഗോത്രവർഗ്ഗക്കാർ രാജാവിനെയും രാജാവിൻ്റെ കൂടെയുള്ള ആൾക്കാരെയും അവർക്കെന്ത് രാജാവ്, അവർക്കെന്ത് രാജകിങ്കരന്മാരും രാജാവിനെയും കൂട്ടരെയും ഒന്നടങ്കം പിടിച്ചു കെട്ടിയിട്ട് അവരെ ഗോത്രത്തിലേക്ക് കൊണ്ടുപോയി നരബലി നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ കൂട്ടത്തിൽ നല്ല കൊഴുപ്പും നല്ല തഴപ്പും നല്ല വലുപ്പവും തടിയൊക്കെ ഉള്ള ആൾ രാജാവ് തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് രാജാവിനെ പിടിച്ചിട്ട് ബാക്കി എല്ലാവരെയും വിട്ടു. എന്നിട്ട് രാജാവിനെ ബലി കഴിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തെ അവരുടേതായ രീതിയിലുള്ള വസ്ത്രധാരണങ്ങളൊക്കെ നടത്തി. അങ്ങനെ അവരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള അവരുടേതായ ഗോത്രത്തലന്മാരൊക്കെ വന്നിട്ട് രാജാവിൻ്റെ ഉരുവിനെങ്ങനെ നരബലി കൊടുക്കുന്നതിന് മുമ്പ് അതിനൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. അങ്ങനെ അടിമുടി സകലം ചെക്ക് ചെയ്തപ്പോൾ ഒരു വിരലിന് കഷ്ണമില്ല. ഉടനെ അവർ പറഞ്ഞു ഇത് പറ്റൂല. കാരണം എന്താ വെച്ചാൽ അംഗവൈകല്യം സംഭവിച്ച സാധനത്തിന് അല്ലേ നമ്മൾ ഉപയോഗിച്ചിറക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ അതുമായി താരതമ്യപ്പെടുത്തിയതല്ല. അതുപോലെ ഇത് പറ്റൂല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മൂർത്തിക്ക് നമ്മൾ എന്തെങ്കിലും ബലിദാനം നടത്തുമ്പോൾ അതിന് പെർഫെക്റ്റ് ആയ ഒരു സാധനം വേണം.
ഈ സാധനത്തിനെ കാണാനൊക്കെ കൊള്ളാം, നല്ല കൊഴുപ്പുണ്ട്, നല്ല ഇറച്ചിയൊക്കെ ഉണ്ട്, നല്ല ചോരൊക്കെ ഉണ്ടാവും. പക്ഷേ അതിന് അംഗവൈകല്യമുള്ളത് കൊണ്ട് ഈ സാധനത്തിനെ തൽക്കാലം നമ്മുടെ നരബലിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിട്ടു. രാജാവ് ഓടിക്കതിച്ച് കൊട്ടാരത്തിലെത്തി. ആദ്യം ചെയ്തിട്ടുണ്ട് എന്താവും? മന്ത്രിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. മന്ത്രിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചിട്ട് രാജാവ് മന്ത്രിയോട് മാപ്പും പറഞ്ഞു. മന്ത്രി ക്ഷമിക്കണം, കാരണം ഞാൻ താങ്കളുടെ ആ ഒരു ധാരണ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ എന്തുണ്ടെങ്കിലും ലഅല്ലഹു ഖൈർ ലഅല്ലഹു ഖൈർ എന്നിങ്ങനെ പറയുമല്ലോ. അപ്പോൾ അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഏതായാലും താങ്കൾ എന്നോട് ക്ഷമിക്കണം, കുറേ കാലം എൻ്റെ കാരണം നിങ്ങൾ ജയിലിൽ കിടന്നല്ലോ. അപ്പോഴും മന്ത്രി പറഞ്ഞു ലഅല്ലഹു ഖൈർ. അപ്പോൾ രാജാവ് ചോദിച്ചു, അല്ല എന്തൊരു പിന്നീ തന്നെ പറയണേ? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. സാധാരണ നായാട്ടിന് പോകുമ്പോൾ നിങ്ങൾ ഇന്നേയും കൂടി കൊണ്ടുപോകുമല്ലോ. ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഞാൻ ജയിലിലായതുകൊണ്ട് ഇത്തവണ നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നേയും കൂടി പിടിച്ചേനെ. എന്നെ പിടിച്ചിരുന്നെങ്കിൽ നമ്മളെ രണ്ടുപേരെയും പരിശോധിക്കും. നിങ്ങൾക്കാണെങ്കിൽ അംഗവൈകല്യമുള്ളതുകൊണ്ട് നിങ്ങളെ വിടും, എനിക്കാണെങ്കിൽ അംഗവൈകല്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എന്നെ പറ്റിയ ഉരുവാണെന്നും പറഞ്ഞിട്ട് അവരെന്നെ ബലി കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ എന്നെ ജയിലിലിട്ടത് കൊണ്ട് തൽക്കാലം ഞാൻ അങ്ങ് രക്ഷപ്പെട്ടു. ലഅല്ലഹു ഖൈർ. രാജാവും പറഞ്ഞു ലഅല്ലഹു ഖൈർ. കഥ ഖുർആനിലുള്ളതല്ല, കഥ ദീനീപരമല്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഉദ്ദേശം മനസ്സിലായല്ലോ. ഇതാണ് ജീവിതത്തിൽ പ്രാർത്ഥനയുടെ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. ആഗ്രഹിക്കണം, ഓഫ് കോഴ്സ് ആഗ്രഹിക്കണം. ഹലാലായ ആഗ്രഹങ്ങൾ ഉണ്ടാവണം, പാപമംഗലമല്ലാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാവണം. വിജയത്തിന് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി, പരലോക മോക്ഷത്തിന് വേണ്ടി, ഇഹലോക സമൃദ്ധിക്ക് വേണ്ടി, വിജ്ഞാനത്തിന് വേണ്ടി, ഔദ്യോഗിക സ്ഥാനങ്ങൾക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി, നല്ല അധികാരങ്ങൾക്ക് വേണ്ടി, ഭരിക്കപ്പെടുന്നവൻ്റെ അവകാശങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന നല്ല നന്മയുള്ള ഭരണാധികാരിയാവാൻ ഞാനായിരുന്നെങ്കിൽ ഞാൻ ഉമർ അൽ ഫാറൂഖിനെ പോലെ ആയിരുന്നു. ആഗ്രഹിക്കണം. പക്ഷെ അത് കിട്ടണോ വേണ്ടേ? നമുക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അത് നല്ലോണം അറിയാവുന്ന അള്ളാഹു ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ അത് തരാത്തതാവാൻ താൽക്കാലികമായിട്ടെങ്കിലും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കിട്ടിയാൽ എങ്ങനെയാവണം എന്നതിനെ കുറിച്ച് നമ്മൾ പരിശീലനം നേടിക്കൊണ്ടിരിക്കണം. അത് വേണ്ടെന്നല്ല പറയുന്നത്. അതിനിടയിൽ എവിടെയെങ്കിലും ഒന്ന് കാലിടറിപ്പോയാൽ, എവിടെ ഒന്ന് പരാജയപ്പെട്ടു പോയാൽ, എവിടെയെങ്കിലും ഒന്ന് നമുക്ക് നിരാശ സംഭവിച്ചാൽ അപ്പം പറയണം ലഅല്ലഹു ഖൈർ, അത് നല്ലതിനാണ് എന്ന് പറയാൻ സാധിക്കും. ആ അർത്ഥത്തിൽ പ്രാർത്ഥനകളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ അപ്പോഴും നമ്മളെ മനസ്സിലുള്ളത് മറ്റാളെങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം പിന്നെ മറ്റൊന്നിക്കും ഇതിപ്പോൾ എല്ലാവർക്കും ബാധകമല്ല. എൻ്റെ പ്രാർത്ഥന മാത്രമല്ലേ കേൾക്കാത്തതുള്ളൂ. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അവൻ തിളച്ചടങ്ങണ്ടേ. എന്താ അവൻ്റെ ധനം? അവൻ എന്ത് കച്ചവടത്തിന് ഇറങ്ങിയാലും വിജയം ഉറപ്പാണ്. ഞാൻ എന്ത് കച്ചവടത്തിന് ഇറങ്ങിയാലും പരാജയം. ഞാൻ നഷ്ടക്കച്ചവടക്കാരൻ, അവനെന്നും ലാഭ കച്ചവടക്കാരൻ. അവൻ അഭിവൃദ്ധി, അവനെല്ലാം ആൺമക്കൾ. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അവൻ്റെ ആൺമക്കൾ എല്ലാവരും വലിയ വലിയ ഉദ്യോഗാർത്ഥികൾ, അവൻ്റെ പെൺമക്കൾ ഒക്കെ വലിയ വലിയ സ്ഥലത്തേക്ക് കെട്ടിച്ചയച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പെൺകുട്ടികളായിട്ട് പോലും അവർക്കെന്തൊരു വിദ്യാഭ്യാസം, അവർക്കെന്തൊരു ഔദ്യോഗികത അവർ പോലും സമ്പാദിച്ചു കൊണ്ടുവരുന്നു. എന്തൊരു സന്തോഷമാണ് ആ വീട്ടിൽ. അവനാൻ്റെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാൻ നേരമില്ല, എന്നാലും വേറുള്ളവൻ്റെ വീട്ടിൽ നോക്കിയിട്ട് അവിടുത്തെ അഭിവൃദ്ധിയെ കുറിച്ചിട്ട് അള്ളാഹിനോട് പരാതി പറയാം. പക്ഷെ ആ പരാതി പറയുന്നൊരു ന്യായം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളെന്ത് മുസ്ലിം ആണെങ്കിൽ സമ്മതിക്കാനും അതുമല്ലേ ആ കണ്ണുകടിൻ്റെ വേറെ സൂക്കട. അവൻ അള്ളയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു സാധനം അള്ളഹാനോട് ചോദിച്ചിട്ടില്ല. കാരണം ചോദിക്കണമെങ്കിൽ അള്ളാഹ് ഈമാൻ വേണ്ടേ, അവൻ മുഅ്മിനാവണ്ടേ, മുസ്ലിം ആവണ്ടേ? ഒന്നുമല്ല. പക്ഷെ ഞാൻ മുസ്ലിമായിട്ട് 5 നേരം നിസ്കരിച്ചിട്ട് ഇന്നെ കൊണ്ട് പറ്റണ പോലെ മുഴുവൻ സമ്പാദ്യം കൊണ്ടുപോയി ഹജ്ജിന് ചെലവഴിച്ച് ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് ഹജ്ജിൽ ഉംറയിൽ അല്ല ഹജ്ജിൻ്റെ പിന്നെ അറഫയിലും മുസ്തലിഫയിലും ഒക്കെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചത് അവിടെ ഒന്നും പോവാതെ ഓരോ കിട്ടിയിട്ടില്ല. ഇതൊക്കെ ചിലപ്പോൾ നമ്മളെ ഉള്ളിലിരുന്നു കൊണ്ട് ഈ വസ്വാസുൽ ഖന്നാസിൻ്റെ ഉസ്താദ് ഇബ്ലീസ് ശൈത്താൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ബോധ്യപ്പെടുത്തും. അങ്ങനെ ഒരു ബോധ്യപ്പെടലുണ്ടാ നമുക്ക് തോന്നുമെന്ന് അള്ളാഹ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഫലാ തുഅ്ജിബുക അംവാലുഹും വലാ ഔലാദുഹും. അവരുടെ അഭിവൃദ്ധി കണ്ടിട്ട്, അവരുടെ സമ്പത്ത് കണ്ടിട്ട്, അവരുടെ സന്താനങ്ങളുടെ പ്രൗഢി കണ്ടിട്ട് നിങ്ങൾ നിരാശപ്പെടണ്ട കേട്ടോ. അങ്ങനെ നിങ്ങൾ നിരാശപ്പെടണ്ട. നിങ്ങൾക്ക് തരാതെ ഞാൻ അവർക്ക് കൊടുത്തില്ല എന്ന് നിങ്ങൾ പരാതിപ്പെടണ്ട കേട്ടോ. അള്ളാഹ്ക്ക് അറിയാൻ പരാതി വരുന്നേ. കാരണം പ്രാർത്ഥന പെട്ടിയേക്കാൾ കൂടുതൽ പരാതി പെട്ടികളാണെന്ന് അറിയുന്നത്. അപ്പൊ അതാണ് പറയുന്നത് എന്തെന്ന് ഫലാ തുഅ്ജിബുക അംവാലുഹും വലാ ഔലാദുഹും. അവർക്ക് കൊടുത്തിരിക്കുന്ന സമ്പാദ്യം, അവരുടെ സന്താന പരമ്പരകളുടെ പ്രൗഢി, അതൊന്നും കണ്ടിട്ട് നിങ്ങൾ നിരാശപ്പെടണ്ട, നിങ്ങൾ അത് കൊതിക്കണ്ട. കാരണം എന്താ അറിയോ? ഇന്നമാ യുരീദുല്ലാഹു ലിയുഅദ്ദിബുഹും ബിഹാ. ഞാനതൊക്കെ ഓന് കൊടുത്തത് ഓനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്ത് പരിപാടി?
അതെങ്ങനെ ശിക്ഷിക്കുക? ഇന്നമാ യുരീദുല്ലാഹു യുഅദ്ദിബുഹും ബിഹാ ഫിൽ ഹയാത്തിദ് ദുനിയാ വതസ്ഹക അൻഫുസഹും വഹും കാഫിറൂൻ. ഞാൻ അവനിതൊക്കെ കൊടുത്തത് എന്താ വെച്ചാൽ, അവനിവിടെ വരുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തേക്കുള്ള അവൻ്റെ വിധിയെക്കുറിച്ച് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവിടെ അവനെ ഞാൻ ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം അവൻ്റെ കുഫറാവാം, അതിൻ്റെ കാരണം അവൻ്റെ ഷിർക്കാവാം, അതിൻ്റെ കാരണം അവൻ്റെ കച്ചവടത്തിലെ പലിശയാവാം, അതിൻ്റെ കാരണം അവൻ്റെ ജീവിതത്തിലെ കളവുകളാവാം, അതിൻ്റെ കാരണം അവൻ്റെ ജീവിതത്തിലെ പാപമാവാം, അവൻ്റെ കാരണം അവൻ്റെ ജീവിതത്തിലെ ദൈവരാഹിത്യമാവാം, എന്തുമാവാം. പക്ഷെ അവനെ ശിക്ഷിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരുത്തന് പരമാവധി നല്ല ഗ്രേഡ് ശിക്ഷ കൊടുക്കണമെങ്കിൽ അവൻ അതിനുള്ളത് ഇവിടുന്ന് ഉണ്ടാക്കണ്ടേ? പാപം പരമാവധി ഉണ്ടാക്കാൻ, പാപത്തിൽ മുങ്ങിക്കുളിക്കാനുള്ള ഒരു അവസരമായി കൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ അവന് കൊടുത്തത്. കാരണം സ്വത്തുള്ളവന് സ്വത്തിന്റെ കാര്യത്തിൽ ബാധ്യസ്ഥത ഉണ്ട്. അഷ്റത്തുൽ മുബശ്ശിരി എന്ന് പറയുന്ന 10 ആൾക്കാരെ പഠിപ്പിക്കണമല്ലോ നമുക്ക്. സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആള്. അവരെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വപ്നത്തെക്കുറിച്ച് ഹദീസുകളിൽ കാണാൻ കഴിയുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗസ്ഥരായതിനു ശേഷം സ്വർഗത്തിലെത്തിയിട്ട് തന്റെ അഷ്റത്തുൽ മുബശ്ശിരീങ്ങളെ ആളുകളെ മുഴുവൻ കാണുന്നു. പക്ഷെ ആ കൂട്ടത്തിൽ ഞാൻ സൽമാനുൽ ഫാരിസിയെ കണ്ടില്ല. സൽമാൻ ഫാരിസി ഇരിക്കുമ്പോഴാണ് പറയണത്. സൽമാനുൽ ഫാരിസിയെ കണ്ടില്ല. ഉമർ ഇരിക്കുന്നു, ഉസ്മാൻ ഇരിക്കുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇരിക്കുന്നു, റളിയല്ലാഹു അൻഹു, അവരൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സൽമാനുൽ ഫാരിസിയെ കണ്ടില്ല. എല്ലാവരും കാതുകൂർപ്പിച്ചു. സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടു പ്രവാചകൻ തന്നെ പറഞ്ഞ ഒരാളെ പ്രവാചകൻ അവിടെ കണ്ടില്ലെങ്കിൽ പിന്നെന്താണ്? അവർ പ്രവാചകൻ പൂർത്തീകരിച്ചിട്ടില്ല, ബാക്കി പറയാണ്. അല്പസമയം കഴിഞ്ഞപ്പോഴുണ്ട് സൽമാനുൽ ഫാരിസി പേർഷ്യയിൽ നിന്ന് വന്ന് എൻ്റെ ദീനിലേക്ക് കടന്നു വന്ന ഹിജ്റയുടെ സമയത്ത് തനിക്കുണ്ടായിരുന്ന സമ്പാദ്യങ്ങളൊക്കെയും മക്കയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട്, ഈ സമ്പാദ്യങ്ങളാണോ എൻ്റെ പ്രവാചകനിലേക്ക് പോകാൻ എനിക്ക് തടസ്സമാകുന്നതെങ്കിൽ ഇതാ മുഴുവൻ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ മക്കാ ഖുറൈശികൾക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് തൻ്റെ കയ്യിലുള്ള തൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള അമ്പും താൻ സഞ്ചരിക്കുന്ന ഒട്ടകവുമല്ലാതെ മറ്റൊന്നും കയ്യിലില്ലാതെ മദീനയിലേക്ക് പോയ ആ മുഹാജിറിനെ കുറിച്ച് പ്രവാചകൻ പറയാണ്, അല്പം താമസിച്ചിട്ടുണ്ട് സൽമാനുൽ ഫാരിസി ഓടി വരുന്നു. ഞാൻ ചോദിച്ചു സൽമാനുൽ ഫാരിസിയോട്, എന്ത് പറ്റി സൽമാൻ? അതേ കുറച്ച് കണക്കുകൾ ബാക്കിയുണ്ടായിരുന്നു. ആ കണക്കുകളുടെ കാര്യത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അതൊക്കെ തിട്ടപ്പെടുത്തി അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിൽ അതിൻ്റെ വരവ് ചിലവുകൾ അതെവിടെ നിന്ന് വന്നു, അതെവിടെ ശേഖരിച്ചു, അതെവിടെ വിനിയോഗിച്ചു, അതെവിടെ ചെലവഴിച്ചു എന്നതിൻ്റെ കണക്ക് അതൊന്ന് തീരാൻ കുറച്ച് സമയമെടുത്തു എന്ന് സൽമാനുൽ ഫാരിസി എന്നോട് പറഞ്ഞതായി ഞാൻ സ്വപ്നം കണ്ടു എന്ന് സൽമാനുൽ ഫാരിസി ഇവിടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞപ്പോൾ ചരിത്രം പറയുന്നു. പിന്നീട് അങ്ങോട്ട് സൽമാനുൽ ഫാരിസിയെ ജനങ്ങൾ കണ്ടത് ചെലവഴിക്കുന്ന ഒരു സൽമാനുൽ ഫാരിസി, മരിക്കുന്നതിന് മുമ്പ് എൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ പാവപ്പെട്ടവർക്ക് ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ മത്സരിച്ച ഒരു സൽമാനുൽ ഫാരിസി. കാരണം ആ കണക്കിന്റെ പേരിൽ, ആ കണക്കിന്റെ താമസം അത് ഞാൻ അമാന്തിച്ചുകൂടാ. എനിക്ക് ഉമറിന്റെ കൂടെയും ഉസ്മാന്റെ കൂടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണം. അള്ളാഹിന്റെ പ്രവാചകന്റെ മുൻനിരയിൽ ഞാൻ ഉണ്ടാവണം. പറഞ്ഞു വന്നതിനല്ല, ധനമുണ്ടെങ്കിൽ ആ ധനത്തിന്റെ കണക്ക് കൂടി കൊടുക്കേണ്ടി വരും. ധനം എത്ര ഇരട്ടിക്കുന്നുവോ, എത്രമേൽ ധനം ഇരട്ടിക്കുന്നുവോ അത്രമേൽ അതിന്റെ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ തോന്നും, പടച്ചോനെ ഈ ധനൊക്കെ ഞാൻ അവിടെ ഇട്ട് പോരുകയും ചെയ്ത്, എൻ്റെ മക്കളും മക്കളൊക്കെ അതിൻ്റെ പേരിൽ അവിടെ അടിപിടിയാവുകയും ചെയ്ത്. വേണ്ടാന്നല്ല, നല്ല രീതിയിലൊക്കെ ആവാം. പക്ഷെ ഞാൻ പറയുന്നത് മറ്റൊരാൾക്കുള്ളതുപോലെ നമുക്കുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതാണ് അള്ളാഹു പറയുന്നത്, ഫലാ തുഅ്ജിബുക അംവാലുഹും വലാ ഔലാദുഹും ഇന്നമാ യുരീദുല്ലാഹു ലിയുഅദ്ദിബഹും ബിഹാ ഫിൽ ഹയാത്തിദ് ദുനിയ. അവരെ ഈ ദുനിയാവിൽ അതുകൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ലോട്ടറി അടിച്ച ആൾക്കാർ അതോടുകൂടി മുടിഞ്ഞ ആൾക്കാരെ കഥയൊക്കെ ഉണ്ട്. മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന ഒരു തരം ഓനോ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തിലെ സമാധാനം കൂടും. പണ്ട് മര്യാദ കുറഞ്ഞു കിടക്കുന്ന ഒരാൾ രാജകൊട്ടാരത്തിൻ്റെ ആ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് രാജാവും രാജ്ഞിയും കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ രാജാവ് പറയുകയാണ്, ഞാൻ ഈ കൊട്ടാരത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, എനിക്ക് എന്തിൻ്റെങ്കിലും കുറവുണ്ട്. എൻ്റെ ഭക്ഷണം, എൻ്റെ വസ്ത്രം, എൻ്റെ സൗകര്യം എന്തൊക്കെ നോക്ക്, എന്നിട്ട് എനിക്ക് ഓർക്കില്ല. ആ പഹയൻ ഒരു ചാക്കും പിരിച്ചിട്ട് ആ മണലിൽ കിടക്കുന്നുണ്ടല്ലേ, അവൻ എന്തൊരു സുഖമായിട്ടാണ് ഉറങ്ങുന്നത്. അപ്പൊ രാജ്ഞി പറഞ്ഞു, ഓൻ്റെ ഉറക്കം ഞാൻ ഒറ്റ ദിവസം കൊണ്ടില്ലാതാക്കി തരാം. ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ആ എൻ്റെ പരിപാടി നടത്തി അങ്ങനെ ഒരു 99 റുപ്യ 99 ദിർഹം ഒരു കിഴിയിലാക്കിയിട്ട് ഒരു രാജകിങ്കരൻ ആ പാവത്തിൻ്റെ കൈ കൊണ്ട് കൊടുത്തു. നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നാന്ന് പറഞ്ഞു.
അയാൾ തുറന്നു നോക്കുമ്പോൾ 99 ദിർഹം. എന്താ ഇപ്പം 100 ആവാഞ്ഞത്? പിന്നെ മൂപ്പര് ഡൗട്ടായത്, ഒരാൾ തരുമ്പോൾ 100 തേച്ച് തന്നത്. 100 ആയിരുന്നെങ്കിൽ ഒരു റൗണ്ട് ഫിഗർ ആയേനെ. പിന്നെ മൂപ്പര് 100 ആക്കാനുള്ള ഉറപ്പേരും. പിറ്റേന്ന് അത് 100 ആവണതിന് പകരം 101 പോയി. അതും റൗണ്ട് ഫിഗർ അല്ലല്ലോ. പിന്നെ അത് 110 ആക്കല്, പിന്നെ 200 ആക്കല്, 250 ആക്കല്, 1000 ആക്കല്, 1000 ആക്കല്, ലക്ഷങ്ങളാക്കല്. അയാൾ ഉറക്കാതോടെ പോയി. എന്ന് വെച്ചാൽ അതൊരു ഒരു 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 ഉദാഹരണമാണ്. ഇത് നമ്മുടെ നെഞ്ചത്തൊട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. നോട്ട് കെട്ടുകളാക്കുക എന്നതൊരു ആവേശമാണ്, അല്ലാന്ന് പറഞ്ഞൂടാ. നമ്മൾ നല്ലോണം തീരുമാനിക്കണം. നോട്ടിന്റെ കെട്ടുകൾ അത് 100 ആക്കി വെക്കുക, 50 ആക്കി വെക്കുക. എനിക്ക് പോലും ഉണ്ട് ആ സ്വഭാവം. എനിക്ക് പോലും ഉണ്ട് ഒരു സ്വഭാവം. 5 എണ്ണാക്കി കഴിഞ്ഞാൽ ഞാൻ മടക്കും. 500 നോട്ട് 5 എണ്ണം കിട്ടിയാൽ മടക്കി വെക്കും. അതെന്താ വെച്ചാൽ അതൊരു സുഖമാണ്. പക്ഷെ ആ സുഖത്തിനിടയിൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, അതങ്ങനെ സുഖിച്ച് വെച്ചിട്ട് അത് പോകേണ്ടിടത്തേക്ക് സമയത്തിന് പോയില്ലെങ്കിൽ സംഗതി കൈകൊള്ളും. കൈയെല്ലാം നെറ്റിയും കവളും തോളും ഒക്കെ പൊള്ളും നാളെ ഭവിഷ്യത്തിൽ. അതുകൊണ്ട് ചുറ്റി വെക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ആരാന്റെ ധനം കണ്ടിട്ട് നിങ്ങൾ മോഹിക്കരുത്, നിങ്ങൾ പരാതി പറയരുത്. കാരണം അത് അവൻ അതുകൊണ്ട് മുടിയാൻ വേണ്ടി കൊടുത്തതാണ്, നിങ്ങളെ മുടിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറയുന്നു. മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നു, നമ്മൾ നിർത്താം, വലാ യഹ്സബന്നല്ലദീന കഫറു അന്നമാ നുംലീലഹും ഖൈറുൽ ലിഅൻഫുസിഹിം. ഞാനിങ്ങനെ ഈ കാഫിറുകളായിട്ടുള്ള ആളുകൾക്ക്, കുഫർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഒരുപാട് സൗകര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണ്. പാപികളെ ദൈവം പന പോലെ വളർത്തും അല്ലെ? നമ്മൾ അതൊക്കെ ശരിയാണ്. ചിലപ്പോൾ നമുക്കങ്ങനെ നോക്കും, പാപിയാവുന്നല്ല, ഇന്ന പന പോലെ വളരുന്നു. അസ്തഗ്ഫിറുല്ലാഹ്. ഉള്ളിനുള്ളിൽ അതാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ ഒരാൾ നമ്മളോട് പറഞ്ഞു തന്നാൽ അങ്ങനെയാണ്. നമ്മുടെ ഉള്ളിൽ നന്മയോണ്ട് നമ്മളത് പറയാഞ്ഞതാ. പാപികളെ ദൈവം പന പോലെ വളർത്തും. നമ്മൾ ആഗ്രഹം പന പോലെ വളരാൻ തന്നെയാണ്. പക്ഷെ ആരാ പന പോലെ വളരുക? അത് പാപിയാവട്ടെ. പിന്നെ ഒരൊറ്റ കാര്യത്തിൽ ഇനി തീരുമാനമാവണ്ടുള്ളൂ, ഞാൻ പാപിയാവണോ വേണ്ടെന്നുള്ളത്. അത് നമ്മുടെ ഉള്ളിലുള്ള ഈമാന്റെ കരുത്തോണ്ട് നമ്മൾ പാപിയാവാതെ പോയതാണ്. പണജെങ്കിലും വേണ്ടില്ല, പാപിയാവാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അതിന് തയ്യാറാണെങ്കിൽ പന പോലെ വളരാം. എന്നിട്ട് ഞാൻ അവർക്ക് ഇങ്ങനെ സമയം നീട്ടിക്കൊടുത്തിരിക്കുകയാണോ എന്ന് നിങ്ങൾ ഗുണത്തിന് വേണ്ടി, ഗുണത്തിൽ, പുണ്യത്തിൽ, നന്മയിൽ, സമൃദ്ധിയിൽ, ഐശ്വര്യത്തിൽ ഞാൻ അവർക്ക് ഇങ്ങനെ സമയം വിട്ടുകൊടുത്തിരിക്കുന്നു നിങ്ങൾ തോന്നുന്നുവോ? ഇന്നമാ നുംലി ലഹും ലിയസ്ദാദു ഇസ്മാ. അല്ല, അങ്ങനെയല്ല. ഞാൻ അവർക്ക് സമയം നീട്ടിക്കൊടുത്തത് കുറച്ചും കൂടി പോട്ടേച്ചിട്ടില്ല. അവൻ അതിലങ്ങനെ തിമിർത്തങ്ങനെ പോവല്ലേ അല്ലേ? കദാലിക കൽ അൻആം ബൽ ഹും അവൽ. ഖുർആൻ പറഞ്ഞ അങ്ങനെ സ്വന്തം ഇഷ്ടത്തിൽ, സ്വേച്ഛയിൽ, ധനസമ്പാദനത്തിന്റെ മൂർച്ചയിൽ അവൻ അങ്ങനെ മുന്നോട്ട് പോയിട്ട് കദാലിക കൽ അൻആം, അവൻ കന്നുകാലികളെ പോലെയായി, നാൽക്കാലിയെ പോലെയായി. മനുഷ്യൻ എന്ന അവസ്ഥ മറന്നു, കന്നുകാലിയെ പോലെയായി. ബൽ അല്ലല്ല, ബൽ ഹും അവൽ, അതിനേക്കാൾ മോശമാണ്. എന്ന് വെച്ചാൽ ഒരു മൃഗത്തേക്കാൾ അധപതിച്ച അവസ്ഥയിലേക്ക് മനുഷ്യൻ പോട്ടെ, അങ്ങനെ പോട്ടെ. നാളെ അവൻ വരുമ്പോൾ എന്നോട് ചോദിക്കുമല്ലോ എന്തിനാ എന്നെ ശിക്ഷിച്ചതെന്ന്. അപ്പൊ പറയാനുള്ള ന്യായങ്ങൾ അത് അവൻ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ മഗ്‌രിബിന് ഓതി വെച്ചല്ലോ, വൽ ആദിയാതി ലബ്ഹാം ഫൽ മുരിയാതി ഖദ്ഹം ഫൽ മുഗീറാതി സുബ്ഹാ ഫസർന ബിഹി നഖം ഫവസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത് വഅലാ ദാലിക ലശഹീദ് ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. സ്വത്തിനോട്, സമ്പാദ്യത്തോട് അമിതമായി ആർത്തി പൂണ്ട ഒരുവൻ അള്ളാഹുവിനോട് അക്രമം ചെയ്തു. കാരണം അവന് കൊടുത്ത ധനം, അതിന്റെ പേരിൽ അവൻ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാതെ പാപത്തിൽ രമിച്ച് ജീവിച്ചു. എന്നിട്ട് അവൻ തന്നെ അതിന് സാക്ഷിയായി. അവന്റെ കൈ, അവന്റെ കണ്ണ്, അവന്റെ കാത്, അവന്റെ ചുണ്ടുകൾ, അവന്റെ ഹൃദയം പോലും നാളെ അവനെതിരിൽ സാക്ഷി പറയുന്ന അവസ്ഥയുണ്ടാകുകയാണ്. പാപം കൊണ്ട് പെരുകെട്ടേച്ചിട്ടാണ് ഞാൻ അവനക്ക് സമ്മതം കൊടുത്തത്, അതിന് അവസരം നീട്ടിക്കൊടുത്തു. അപ്പൊ ഇതാണ് പ്രാർത്ഥനയെ കുറിച്ചുള്ള ആ ഒരു വിഷയത്തിൽ പറയാം. പ്രാർത്ഥനകളും പാടുണ്ട്. പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സെങ്ങനെയായിരിക്കണം, അതിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ. അത് പ്രാർത്ഥനയുടെ കർമ്മശാസ്ത്രമാണ്. അതൊരു പക്ഷേ പറയുന്ന എന്നേക്കാൾ കേൾക്കുന്ന നിങ്ങൾക്കറിയാം എപ്പോൾ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം. അള്ളാഹിന്റെ പേരുകളൊക്കെ 99 പേരുകൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിലുണ്ട്. അത് തന്നെ കുറച്ചും കൂടി ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്താൽ 100-ലധികം ഉണ്ട് എന്ന് പോലും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 99 എന്നെ അള്ളാഹ് എന്ന പേരും ചേർത്ത് 100ഓളം പേരുകളുള്ള അള്ളാഹിന്റെ പേരുകൾ സംയോജിതമായി ഉപയോഗിച്ചുകൊണ്ട് റഹ്മാൻ, യാ റഹീം, അള്ളാഹിനോട് ഒരു സാധനം ചോദിക്കുമ്പോൾ യാ റഹ്മാനും റഹീമുമായ തമ്പുരാനെ നീ എന്നോട് കരുണ കാണിക്കും അല്ലേ? രാജാതിരാജനായ തമ്പുരാൻ, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ, മാലികുൽ മുൽക്ക്,
അധികാരത്തിൻ്റെ ആ ഭീകരമായ അധികാരത്തിൻ്റെ അതിഭയങ്കരമായ ആ അധികാരത്തിൻ്റെ കയ്യാളുന്ന ആള് ആ അർത്ഥത്തിലൊക്കെ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടുന്ന അവസരങ്ങൾ, സമയങ്ങൾ, അഫ്ദലായ സമയങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും. ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയുടെ വിഷയത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഹൃദയത്തിലുള്ള ചിന്തകളെയും ചിന്തനകളെയും കുറിച്ചുള്ള വിചിന്തനമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. പ്രാർത്ഥനയുടെ ഫലം വളരെ വലുതാണ്. നമ്മൾ ഉദ്ദേശിക്കാത്ത പല ഒരൊറ്റ കഥ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. കഥയല്ല, ഒരു സംഭവം. കഥയായിട്ട് തള്ളാൻ കഴിയാത്ത ഒരു ഡോക്ടർ ഇഷാന്റെ, കറാച്ചിക്കാരനായ ഒരു ന്യൂറോളജിസ്റ്റ്, ദ വേൾഡ് ഫേമസ് വേൾഡ് ഫേമസ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഇഷാൻ ഫ്രം കറാച്ചി. അദ്ദേഹം സൗദിയിൽ വന്നപ്പോൾ അവിടുത്തെ സൗദി ടി വിക്ക് ഒരു ഷെയ്ഖിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കുന്ന ഒരു രംഗമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കറാച്ചിയിലുള്ള ലോക പ്രശസ്തനാണ്. ജർമ്മനിയിലും ഇറ്റലിയിലും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ മറ്റു പല പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹമാണ് ന്യൂറോ സർജറിക്ക് വേണ്ടി പോകാറ്. അത്രമേൽ ആവശ്യമുള്ള ഒരു ബുക്കിംഗ് കിട്ടാൻ 6 മാസം 7 മാസം മുമ്പൊക്കെ ബുക്ക് ചെയ്താലേ അദ്ദേഹത്തിൻ്റെ ഒരു കൺസൾട്ടേഷൻ നമുക്ക് കിട്ടും. അത്രമേൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഡോക്ടർ ഇഷാൻ. അദ്ദേഹം ഒരിക്കൽ കറാച്ചിയിലാവുന്ന സമയത്ത് ലാഹോറിൽ ഒരു വേൾഡ് മെഡിക്കൽ കോൺഫറൻസ് നടക്കും, ആഗോള വൈദ്യ സമ്മേളനം. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു പ്രബന്ധം അവതരിപ്പിക്കാറുണ്ട് ന്യൂറോളജിയെക്കുറിച്ച്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു വലിയ അവാർഡും കിട്ടാനുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനു വേണ്ടി കറാച്ചിയിൽ നിന്ന് ലാഹോറിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഫ്ലൈറ്റിലാണ്, ചാർട്ടേഡ് ഫ്ലൈറ്റ്. കാരണം അദ്ദേഹത്തിന് ഇത് ഒഴിവാക്കാൻ കഴിയില്ല. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിന് കിട്ടുകയാണ്. ക്ഷമിക്കണം, അയാൾ ലാഹോറുകാരനാണ്. അദ്ദേഹം കറാച്ചിയിലാണ് ഇപ്പോൾ ഉള്ളത്. ലാഹോറിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ തൻ്റെ നാട്ടുകാർ, ഇപ്പോൾ ഞാനിവിടെ വന്നതുപോലെ നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് 2 സംസാരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഉൾപ്പുളകം വേറെ എവിടെ പറഞ്ഞാലും കിട്ടില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ആ ഡോക്ടറുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ ആളുകൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ അയൽക്കാർ, അവരുടെ മുമ്പിൽ വെച്ച് ആ ആഗോള അവാർഡ് എനിക്ക് വാങ്ങണം. അത് മിസ്സായിക്കൂടാ. എന്ത് ചെലവഴിച്ചിട്ടും എനിക്ക് പോയേ പറ്റൂ. അവിടെ വെച്ച് അവരുടെ മുമ്പിൽ വെച്ച് എൻ്റെ കഴിവ് തെളിയിക്കുന്ന എൻ്റെ ഈ പ്രബന്ധം ഞാൻ അവതരിപ്പിക്കണം എന്ന് കണ്ട് അദ്ദേഹം പോകാൻ തീരുമാനിച്ച അങ്ങനെ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോവാണ്. കാലാവസ്ഥ മാറി, ഭീകരമായ മഴ, ഇടിമിന്നൽ, ഇടിവെട്ട് മിന്നൽ. ആ ഒരു സാധാരണ രീതിയിൽ ഒരു ചെറിയ ഫ്ലൈറ്റിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അന്തരീക്ഷമാകെ കലങ്ങി മറിഞ്ഞു. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പൈലറ്റ് അറിയിച്ചു, വിമാനത്തിന് ചെറിയ ഒരു സാങ്കേതിക തകരാറുണ്ട്. എന്താ തകരാറുണ്ട്? നമുക്ക് ലാഹോറിൽ എത്താൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് കിട്ടിയ ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതൊന്ന് ഇറക്കിയില്ലെങ്കിൽ ജീവനും ഈ ഫ്ലൈറ്റിന് ആപത്താണ്. അതുകൊണ്ട് നമ്മൾ ഇറക്കിയേ കഴിയും. നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഫ്ലൈറ്റ് ഇറക്കി. ഏതോ ഒരു ഡൊമസ്റ്റിക് ചെറിയ എയർപോർട്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിന് തുടികൊട്ട് കഴിയില്ല, പോയേ പറ്റും. എത്ര മണിക്കൂർ വേണം ഇവിടുന്ന്? റോഡായിട്ട് പോയാൽ 3.5 മണിക്കൂർ വേണം. എങ്കിലും ഒരു ക്യാബ് വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാർ വിളിച്ചിട്ട് അവർ പോകും. മഴ കോരി ചൊരിയാണ്. നമുക്കറിയാം, ചില സമയത്തൊക്കെ മഴയിൽ നമുക്ക് എത്ര നല്ല റോഡാണെങ്കിൽ പോലും വാഹനം ഓടിക്കാൻ കഴിയില്ല. ഇതേ അവസ്ഥ. വാഹനം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഡ്രൈവർ പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് പോകാൻ കഴിയില്ല. ഒരടി 1 മീറ്റർ ഇനി വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. എനിക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തേ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വാഹനം പാർക്ക് ചെയ്തു. ശരി, പോകാൻ കഴിയില്ല, ഇനി എന്ത് ചെയ്യാം? പക്ഷെ ചെന്നെത്തിപ്പെട്ടത് ആളും അനക്കവും ഇല്ലാത്ത ഒരു പ്രദേശത്ത്. എവിടെയാണെന്നറിയില്ല. മഗ്‌രിബ് നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഒരു വിശ്വാസിയായ ഡോക്ടറാണ്. ഇശയുടെ സമയവും കഴിഞ്ഞു. വല്ലാതെ ഇരുട്ടി. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഈ താമസിച്ച വേളയിൽ എവിടെയെങ്കിലും ഒന്ന് നനയാതെ നിൽക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ നമസ്കാരമെങ്കിലും നിവർത്തിക്കാമായിരുന്നു എന്ന് കരുതിയിട്ട് 4 ഭാഗത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ അല്പമകലെ ആ ഒരു ചെറിയ കൂര പോലെ തോന്നിക്കുന്ന ഒരിടം കണ്ടു. അതിനകത്തൊരു ചെറിയ വിളക്കരിയുന്നത് പോലെ കാണുന്നു. ഡോക്ടർ ഇഷാൻ പറയാം, ഒന്നും വേണ്ട, നമസ്കരിക്കാൻ മഴ നനയാതെ കയറി നിൽക്കാൻ കഴിയുന്ന ഒരു മേൽക്കൂരയായിരിക്കും അത് എന്ന് കണ്ട് ഇത്രയും ഭീകരമായ പേടിപ്പെടുത്തുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് നമസ്കാരത്തെ പിന്തിപ്പിക്കാൻ ഭയമുള്ളത് കൊണ്ട് നമസ്കാരത്തിനുള്ള സൗകര്യം തേടിക്കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പോയപ്പോൾ ചെറിയ കൊച്ചു കൂര, വാതിലെന്ന് പറയുന്നിടത്ത് ഒരു വിരി മാത്രം. ആ വിരി അവിടെ നിന്നുകൊണ്ട് ആളെ വിളിച്ചു. അപ്പം അകത്തുള്ള ഒരു സ്ത്രീയാണ്, വളരെ വൃദ്ധയായ ഒരു സ്ത്രീ. അവരോട് കാര്യം പറഞ്ഞു, ഞങ്ങളിങ്ങനെ വഴിയിൽ വിട്ടുപോയതാണ്, നമസ്കരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു തന്നാൽ വലിയ സൗകര്യമായിരുന്നു. ആ സ്ത്രീ പറഞ്ഞു, താങ്കൾക്ക് കയറി വരാം. എന്നിട്ടൊരു കീറിപ്പറഞ്ഞ ഒരു നമസ്കാരപ്പടം എന്നൊന്നും പറഞ്ഞുകൂടെ, ഒരു നമസ്കാരപ്പടത്തിൻ്റെ അവശിഷ്ടം പോലെ എന്തോ ഒരു വിരിപ്പ് വിരിച്ചുകൊണ്ട് കിബില കാട്ടിക്കൊടുത്തു. താങ്കൾക്ക് ഇവിടെ നമസ്കരിക്കാം.
അദ്ദേഹം നമസ്കരിച്ചു, മഗ്രിബ് നമസ്കരിച്ചു. ഇശാ നമസ്കാരം ജമ്മാക്കിയിട്ട് ഇശായിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്, തനിക്ക് നിസ്കരിക്കാൻ വേണ്ടി വിരിപ്പൊരുക്കിയതിൻ്റെ തൊട്ടടുത്ത് ഒടിഞ്ഞ ഒരു കട്ടിലുണ്ട്. ആ കട്ടിലൊരു കുട്ടി കിടക്കുന്നുണ്ട്. വളരെ ഭീകരമായ ശാരീരികാവസ്ഥയിൽ ഒടിഞ്ഞു നുറുങ്ങിയ കൈകാലുകൾ പോലെ തോന്നുന്ന ഒരു കുട്ടി കിടക്കുന്നു. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഇശാ നമസ്കരിച്ചിട്ട് സത്യത്തിൽ അയാൾ തന്നെ പറയുന്നു, ആ നമസ്കാരം പോലും എനിക്ക് ആത്മാർത്ഥമായി അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ വല്ലാതെ അസ്വസ്ഥനായിരുന്നു ഒരു ഡോക്ടർ എന്ന നിലയിൽ. എന്താണ് അവിടെ നടക്കുന്നത്? കാരണം ഞാൻ നമസ്കാരത്തിലും അവരെയാണ് ശ്രദ്ധിക്കുന്നത്. കാരണം ആ വൃദ്ധയായ സ്ത്രീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഞാൻ കാണുന്നവർ കൈകൾ മേലോട്ട് ഉയർത്തുന്നു, കുറച്ച് കഴിഞ്ഞ് വീണ്ടും എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നു, പിന്നെയും കൈകൾ മേലോട്ട് ഉയർത്തുന്നു. നമസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ അവരോട് ചോദിച്ചു, ഉമ്മ എന്താണ് പ്രശ്നം? നിങ്ങൾ വല്ലാതെ വൈകാരപരിധിയായിട്ട് പ്രാർത്ഥിക്കുന്നുവല്ലോ, എന്താണ് പ്രശ്നം? ഇതെന്താണ്, ഒരു കുട്ടിയാണല്ലോ, അവൾക്ക് എന്തു പറ്റി, അവൻ എന്തു പറ്റി? അവർ പറഞ്ഞു, ഇതെൻ്റെ മകളുടെ കുട്ടിയാണ്, മകളുടെ മകനാണ്, എൻ്റെ മകൾ മരിച്ചുപോയി. ഇവൻ്റെ അച്ഛനും ഇവൻ്റെ പിതാവും ഉപ്പയും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ഈ വയസ്സുകാലത്ത് എനിക്ക് അത്താണിയാവേണ്ടവനാണവൻ. പക്ഷെ അവന് ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് സ്വന്തം കാര്യം പോലും ഒറ്റയ്ക്ക് നിവർത്തിക്കാൻ കഴിയാത്ത അസുഖമാണ്. അവനൊന്ന് അവൻ്റെ കാര്യങ്ങളെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടായെങ്കിൽ അതിന് അവന് ചികിത്സ കിട്ടാൻ ഞാൻ എത്തിപ്പെടാത്ത സ്ഥലങ്ങളില്ല. പക്ഷേ എനിക്കവിടെ എത്തിപ്പെടാൻ കഴിയുന്നില്ല. ഒരു ഡോക്ടറിൻ്റെ ഒരു വലിയ നാഡീസംബന്ധനായിട്ടുള്ള ഡോക്ടറാണെന്ന് അറിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ ഒരുപാട് കാലം കാത്തിരിക്കണം. അതുവരെ എനിക്ക് ആയുസ് ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. എങ്ങനെയെങ്കിലും എന്നെ ആ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കണമേ തമ്പുരാനെ എന്ന് ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഡോക്ടർ ഇഷാൻ ചോദിച്ചു, അതാരാ? ഞാൻ അറിയാത്തൊരു ഡോക്ടർ, ലോകപ്രശസ്തനായ ഡോക്ടറാണ് ഞാൻ അറിയാത്ത അങ്ങനെ ഒരു ന്യൂറോളജിസ്റ്റോ, ആരാണ് ആ ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉമ്മ പറഞ്ഞു, ഡോക്ടർ ഇഷാൻ. കരഞ്ഞുപോയി ഡോക്ടർ ഇഷാൻ. ഡോക്ടർ ഇഷാൻ പറഞ്ഞു, ഉമ്മ അത് ഞാനാണ്, ഉമ്മ തിരയുന്ന ആ ഡോക്ടർ ഞാനാണ്. എൻ്റെ മാർഗത്തിൽ എന്തിനു മഴ പെയ്തു? എൻ്റെ മാർഗത്തിൽ അള്ളാഹു എന്തിനു മാർഗ തടസ്സങ്ങൾ ഉണ്ടാക്കി? എന്തിനു മഴ പെയ്തു? എന്തിന് ഇടിവെട്ടി? എന്തിന് മിന്നൽ പിളർപ്പുകൾ? എൻ്റെ വാഹനത്തിനകത്തുകൂടി എന്നെ ഭയപ്പെടുത്തിക്കൊണ്ട്, എൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എന്നെ ഇവിടെ എത്തിച്ചു, നിങ്ങളുടെ വീട്ടിലെത്തിച്ചു, നിങ്ങളുടെ മുന്നിലെത്തിച്ചു. എൻ്റെ ഉമ്മ, നിങ്ങൾ പ്രാർത്ഥിച്ചത് നിങ്ങളുടെ മകനെയും നിങ്ങളെയും ഇഷാന്റെ അടുത്തേക്ക് എത്തിക്കാനാണ്. നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിച്ചതെങ്കിൽ റബ്ബിന്റെ തീരുമാനം ഇഷാനെ ഇവിടെ കൊണ്ടുവരാനാണ്. ഇഷാനിതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കുട്ടിയുടെ ചികിത്സ ഏറ്റെടുത്തു എന്ന് ഡോക്ടർ ഇഷാൻ സൗദി ടിവിക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് വായിക്കാൻ കഴിയും. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ അള്ളാഹുവിനോട് ഒരു കാര്യം എന്നെ അങ്ങോട്ട് എത്തിക്കണമേ എന്ന് പറയുമ്പോൾ അള്ളാഹു അത് ഇങ്ങോട്ട് എത്തിക്കുന്ന അത്ഭുതകരമായ അവസ്ഥ. ആ ഉമ്മയുടെ പ്രാർത്ഥനയുടെ സഫലം, അതിൻ്റെ സാഫല്യം, അതിൻ്റെ സഫലീകരണം അത്രമേൽ പ്രസക്തമാണ് പ്രാർത്ഥന. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. ഇന്നി ഖരീബു ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ. ഞാൻ നിങ്ങളുടെ കണ്ടനാടിയോളം നിങ്ങൾക്കടുത്തുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ അല്ലാഹ് അതേ പരിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറഞ്ഞതാണ്, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് മാറില്ല. വാക്ക് മാറുന്നവനല്ല അള്ളാഹു. വാക്ക് മാറുന്നവനല്ല അള്ളാഹുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും. മൂന്നാലൊരു തരത്തിൽ ഉത്തരം ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചെങ്കിൽ അത് ഇഹത്തിലാവാം, പരത്തിലാവാം, അതല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു ദുരന്തത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാവാം. ഇതൊന്നുമല്ലെങ്കിലും അള്ളാഹുവിലേക്ക് ഞാൻ ഉയർത്തിയ പ്രാർത്ഥനകൾ ഓരോന്നും പ്രാർത്ഥന തന്നെയാണ് ആരാധന. ഞാൻ നടത്തിയ പ്രാർത്ഥനകൾ അഖിലവും അള്ളാഹുവിലേക്കാണ് ഉണ്ടായത്. ആ ഒരു നിബന്ധന ഉണ്ടാവണം. അള്ളാഹു അല്ലാതെ വേറെ ഏതെങ്കിലും ഒരുത്തനെ വിളിച്ച് പ്രാർത്ഥിച്ചവനേക്കാൾ വഴി വിളിച്ചവൻ വേറെ ആരുണ്ട്? ആരാണ്? അവൻ ആരെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? അയാളാ ഇവൻ പ്രാർത്ഥിച്ചത് അറിഞ്ഞിട്ടും കൂടില്ല. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്കിടയിൽ ഒരാൾ വേണ്ട. അത് ഞാഹര് പറഞ്ഞാലും 11 kV ലൈൻ വിളിക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആക്കിയിട്ട് വോൾട്ടേജ് കുറക്കേണ്ട ഒരു ദുരവസ്ഥയും അള്ളാഹിന്റെ ഇബാദുർ റഹ്മാനില്ല. നേരിട്ട് അള്ളാഹിനെ വിളിക്കും.
അള്ളാന്റെ 99 പേരുകൾ മാറി മാറി വിളിച്ച് നേരിട്ട് വിളിച്ചാൽ മതി. അല്ലാതെ നടത്തുന്ന കച്ചവടങ്ങളൊക്കെയും വിഡ്ഢികളുടെ മാർക്കറ്റിൽ ബുദ്ധിയുള്ളവൻ നടത്തുന്ന കച്ചവടമാണ്. വിഡ്ഢികളുടെ മാർക്കറ്റിൽ ബുദ്ധിയുള്ളവൻ നടത്തുന്ന കച്ചവടമാണ്. ആ കച്ചവടത്തിൽ വേണ്ടയില്ല, നേരിട്ട് അള്ളാനെ വിളിക്കാം. അങ്ങനെ വിളിക്കണം ഇഖ്ലാസോടുകൂടി. അള്ളാഹിനോട് ചോദിച്ച് കിട്ടാത്തത് എനിക്ക് വേണ്ടാന്ന്, അള്ളാഹിനോട് ചോദിച്ച് കിട്ടാത്തതുണ്ടെങ്കിൽ അത് അള്ള എനിക്ക് വേണ്ടാന്ന് തീരുമാനിച്ചാണ്. പിന്നെ നമ്മൾ അള്ളാഹിനെ പേടിപ്പിച്ചിട്ട് മര്യാദക്ക് തരണം പറഞ്ഞാൽ തരാൻ പേടിക്കുന്ന ആളല്ലല്ലോ അള്ളാഹ്. ചോദിച്ചുകൊണ്ടേയിരിക്കുക, ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നവനാണ് അവൻ. ചോദിച്ചുകൊണ്ടേയിരിക്കുക, മരണം വരെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ആയുസ് നീട്ടിക്കിട്ടാൻ ചോദിക്കുക. എന്തിന്? ആയുസ് നീട്ടിക്കിട്ടിയാൽ എനിക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാനും കൂടുതൽ പുണ്യം നേടി നിന്നിലേക്ക് അടുക്കാനും കഴിയും. ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നേരത്തെ പറഞ്ഞല്ലോ, വിധിയെ മാറ്റാൻ ദുആക്ക് കഴിയും. അതുകൊണ്ടാണല്ലോ ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പ്രാർത്ഥിച്ചത്. ഇല്ലെങ്കിൽ എങ്ങനെ? ഞാനിപ്പോൾ 52-ാമത്തെ വയസ്സിൽ റബ്ബേ എനിക്ക് നല്ലോണം ആയുസ് തരണം എന്ന് പറഞ്ഞാൽ അല്ല കേൾക്കില്ല. എൻ്റെ വയസ്സ് ഞാൻ 52-ൽ ഉറപ്പിച്ചാൽ പിന്നെ കൊടുക്കാൻ ചോദിക്കണമെന്ന് അല്ലല്ലോ. ചോദിച്ചുകൊണ്ടേയിരിക്കാം. 52-ൽ തീരേണ്ടത് 62 ആവാം, 72 ആവാം, 92 ആവാം. ചോദിച്ചുകൊണ്ടേയിരിക്കുക. കിട്ടിയാ കിട്ടി, കിട്ടിയില്ലെങ്കിലോ ദുആക്കുത്തരം കിട്ടി. എങ്ങനെ? ഒന്നുകിൽ ചോദിച്ചത് വേണ്ട, ചോദിക്കാത്തത് അവിടുന്ന്, ഏറെ സന്തോഷം അല്ലേ? ചോദിക്കാത്തത് അവിടുന്ന് കിട്ടുന്നു, ഏറെ സന്തോഷം. അതുകൊണ്ടാണ് മുഫസ്സിറുകളായ ആളുകൾ, അന്നത്തെ ഖുലഫാഉർ റാഷിദുകളായ ആളുകൾ, അവരെ ആളുകൾ കളിയാക്കുമായിരുന്നു. സലഫുസാലികളായ ആൾക്കാർ, അന്നത്തെ അവിശ്വാസികൾ കളിയാക്കും. എന്തോരം പ്രാർത്ഥനയെ ചങ്ങായി നടത്തിയത്, എൻ്റെ അവസ്ഥ കണ്ടോ, ഞങ്ങളെ നോക്ക്, ഞങ്ങൾക്ക് അള്ളയില്ല പടച്ചൊന്നുമില്ല, ഞങ്ങളെ പ്രതാപം കണ്ടോ, അധികാരം ഞങ്ങളെ കയ്യിലല്ലേ, ഞങ്ങളല്ല നിങ്ങളെ കാര്യം പോലും തീരുമാനിക്കുന്നത്. എന്നിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഉളുപ്പുണ്ടെങ്കിൽ ഇനിയും പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം കിട്ടൂല, ഹേ വേണ ഈ പണി നിർത്തിക്കോളി. അതിന് സലഫ് സാലിങ്ങളായ ആളുകൾ പറഞ്ഞിരുന്നൊരു മറുപടി ഉണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ തിരിച്ചുള്ള മറുപടിയാണ്. ഏത്? നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകാതിരിക്കുന്നത് രണ്ട് കാര്യത്തിൽ. ഒന്നെന്താണ്? ഒന്ന്, നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് നമുക്ക് നല്ലതല്ല ആവാതിരിക്കാം. നമുക്ക് നല്ലതല്ലെന്ന് തോന്നുന്നു ഒരു പക്ഷെ നമുക്ക് നല്ലതാവാം, അത് അള്ളാഹ്ക്കേ അറിയൂ. രണ്ടാമത്തത്, അത് അങ്ങനെയാണെങ്കിലും തരണ്ടെന്ന് തീരുമാനിച്ച അള്ളാഹ്ക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എന്നെങ്കിൽ അതിൻ്റെ മറുപടിയായിട്ട് സലഫ് സാലിങ്ങൾ പറയുന്നു, ഞങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കും, ഞങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ടോ ഇദാ അത്താനില്ല, ഞങ്ങൾ ചോദിച്ചത് അള്ളാഹു തന്നാൽ ഫരിഹത്തു മറ, ഞങ്ങൾക്കൊരു വട്ടം സന്തോഷം, ഞങ്ങൾ ചോദിച്ചു തന്നു. ഇനിയോ ഇദാ ലം യുതീനില്ല, ഞങ്ങൾ ചോദിച്ചത് അള്ളാഹു തന്നില്ലെങ്കിലോ, എന്നിലോ ഫരിഹത്തു അശറ മറാത്ത്, ഞങ്ങൾക്ക് 10 വട്ടം സന്തോഷം. വിശ്വാസത്തിൻ്റെ മാധുര്യാണത്. അതാണ് പ്രാർത്ഥനയുടെ കാമ്പറിഞ്ഞവൻ, പ്രാർത്ഥനയുടെ ഉള്ളറകളിലൂടെ സഞ്ചരിച്ചവൻ, അള്ളാഹുവിനെ അറിഞ്ഞവൻ, ദീനിനെ അറിഞ്ഞവൻ, പ്രവാചകനെ അറിഞ്ഞവൻ, പ്രാർത്ഥനയുടെ ഉള്ളറകളെ കണ്ടറിഞ്ഞവനല്ല, തൊട്ടറിഞ്ഞവൻ. ഞാൻ അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹ് തന്നാൽ എനിക്ക് 1 വട്ടം സന്തോഷം. അള്ളാഹിനോട് ചോദിച്ചിട്ട് അള്ളാഹ് തന്നില്ലെങ്കിൽ 10 വട്ടം സന്തോഷം. അതിന് കാരണമുണ്ട്. എന്താണ്? കാരണം ഞാൻ ചോദിച്ചു, അള്ളാഹ് തന്നു, നടപ്പിലായത് എൻ്റെ ഇഷ്ടമാണ് അല്ലേ? ഞാൻ ചോദിച്ചത് എൻ്റെ ഇഷ്ടമല്ലേ? അത് അള്ളാഹ് തന്നു, അപ്പൊ എൻ്റെ ജീവിതത്തിൽ പുലർന്നത് എൻ്റെ ഇഷ്ടമാണ്. എന്നാലോ വസാനി ഇഖ്തിയാറുള്ള, മറ്റത് എൻ്റെ ജീവിതത്തിൽ നടന്നത് അള്ളാഹിൻ്റെ ഇഷ്ടമാണ്. ഞാൻ ചോദിച്ചു എൻ്റെ ഇഷ്ടം, അള്ളാഹ് പറഞ്ഞു അതല്ല എൻ്റെ ഇഷ്ടതാണ്, എനിക്ക് വേണം. 1000 വട്ടം നമ്മൾ കൈനീട്ടി വാങ്ങൂലേ? എൻ്റെ ജീവിതത്തിൽ അള്ളാഹിൻ്റെ ഇഷ്ടമല്ലേ നടക്കേണ്ടത്? ഒന്നാലോചിച്ചു, എവിടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ കൈക്കൊള്ളാതെ പോയത്? എവിടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതെ പോയത്? എവിടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ എത്തേണ്ടിടത്ത് എത്താതെ പോയത്? എല്ലാ പ്രാർത്ഥനകളും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്, എല്ലാ പ്രാർത്ഥനകൾക്കും അള്ളാഹു മറുപടി നൽകിയിട്ടുണ്ട്. എല്ലാം കൂടി ഇരുന്ന ഇരിപ്പിൽ എനിക്ക് അങ്ങോട്ട് തിരിച്ചറിയണം, എനിക്ക് ഇപ്പം തന്നെ എൻ്റെ പ്രാർത്ഥനയുടെ കിതാബിൻ്റെ അവസാനത്തെ പേജ് ഉൾപ്പെടെ കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. അത് കിട്ടുന്നൊരു സമയം ഉണ്ടാവും. ആ സമയം വരെ കാത്തിരിക്കുന്നവൻ ആരോ, അവനാണ് ഇബാദുർ റഹ്മാൻ, അവനാണ് ഇബാദുർ റഹ്മാൻ. അത് മരണത്തോടു കൂടി തന്നെ ബോധ്യപ്പെടും. പിന്നെ കാത്തിരിപ്പാണ്, അക്ഷമനായ കാത്തിരിപ്പ്. ബർസഹിയായ ലോകത്ത് കിട്ടാനിരിക്കുന്ന മഹത്തായ പുണ്യങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ആ വരവ്, ആ മലവെള്ളപ്പാച്ചിൽ പോലെയുള്ള അനുഗ്രഹങ്ങളുടെ വരവ്, റബ്ബേ എന്നോട് അതിനോട് അടുപ്പിക്കൂ, ഇനിയും എന്തിന് കാത്തിരിക്കുന്നു എന്ന് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിന്റെ, എന്ന് കഴിഞ്ഞുള്ള കാത്തിരിപ്പിന്റെ ആ സമയം. അതിനു മുമ്പുള്ള ഈ ഏതാനും കുറച്ച് സമയം ഒന്ന് ക്ഷമിച്ചൂടെ സഹോദരി സഹോദരന്മാരെ എന്നാണ് കിതാബുകൾ നമ്മളോട് പറയുന്നത്. നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കാം. നമ്മുടെ ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, മറ്റൊരാൾക്ക് വേണ്ടി അങ്ങനെയുണ്ട് പ്രാർത്ഥനകൾ. പ്രത്യേകം ശ്രദ്ധിക്കുക.
ഒരാൾ ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്താൽ അങ്ങനെ വസിയത്ത് ചെയ്യപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അപ്പപ്പ സ്വീകരിച്ചു. അങ്ങനെ ഹദീസുകൾ കാണാം. നമുക്കതിനൊന്നും സമയമില്ല, നമ്മുടെ സമയമായി ഒരുപാട്. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ആരും എന്തും പറഞ്ഞോട്ടെ, എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നുണ്ട്. കാരണം ഞാനൊരു മുഅ്മിനാണ്, മുഖ്ലിസാണ്. എൻ്റെ ഹൃദയത്തിൽ കളങ്കമില്ലാത്ത എൻ്റെ ഹൃദയത്തിൽ നിന്നുകൊണ്ട്, ഈ ഹൃദയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥനകൾ ഓരോന്നും അല്ലാഹു ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ സ്വീകരിക്കുന്നുണ്ട്. അത് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇഹത്തിൽ അല്ലെങ്കിൽ പരത്തിൽ എനിക്കത് ഉപകാരപ്പെടുക തന്നെ ചെയ്യും. പ്രതീക്ഷയോടുകൂടി ജീവിക്കുക. വിജയം മുഅ്മിനിൻ്റെതാണ്. അവസാനം വിശ്വാസിയുടേതാണ് വിജയം. ആ വിജയം കാത്തു നിൽക്കുന്ന ഓരോരുത്തരും ജീവിതത്തിൽ അണമുറിയാതെ നൈരന്തര്യത്തോടുകൂടി നടത്തേണ്ടതാണ് പ്രാർത്ഥന എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമാറാവട്ടെ. റബ്ബേ, ഇവിടുത്തെ ഈ ദുനിയാവിലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിന്റെ മുന്നിൽ നിരത്തി വെച്ച് നിന്നോട് തീർത്തും പേർത്തും പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു റബ്ബേ. താങ്ങാനാവാത്ത വേദന കൊണ്ട്, താങ്ങാനാവാത്ത ദുരിതം കൊണ്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരുടെ വേദനകളും യാതനകളും കാണുമ്പോൾ അവർക്ക് വേണ്ടി, അവരോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും റബ്ബേ? ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ തമ്പുരാൻ. ഇവിടെ നിന്ന് നൽകാവുന്നതൊക്കെയും ഇവിടെ നൽകണം റബ്ബേ. ഞങ്ങൾക്ക് ഇസ്സത്തോടുകൂടി ജീവിക്കാനുള്ള സമ്പത്ത്, ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അധികാരം, അതനുവദിച്ച് കിട്ടുന്ന ഒരു വ്യവസ്ഥിതി ഞങ്ങൾക്ക് നീ ഉണ്ടായി. ഇവിടെ അല്ലാഹു അക്ബർ എന്ന വിളി അണമുറിയാതെ ഉയരുവാൻ വേണ്ടിയാണ് റബ്ബേ. ആ പ്രാർത്ഥന നീ കേൾക്കേണ്ടതുണ്ട്. അല്ലാഹു ഞങ്ങളുടെ ആ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണമേ തമ്പുരാൻ. ആ പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ, അതിനുവേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പരലോകത്ത് നീ ബർക്കത്ത് ചെയ്യണമേ തമ്പുരാൻ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ബർക്കത്ത് ചെയ്യണമേ തമ്പുരാൻ. അവർക്ക് നീ അവരുടെ ബർസഹിയായ ജീവിതത്തിൽ അവർക്ക് നീ ശുഭവിശേഷം നൽകി, സന്തോഷ വാർത്തകൾ നൽകി അവരെ നീ സന്തോഷിപ്പിക്കണമേ തമ്പുരാൻ. ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ ഇതുപോലെ മുഖ്ലിസീങ്ങളായി, മുഅ്മിനീങ്ങളായി ഞങ്ങളെ വളർത്തിയെടുത്ത, നിന്നെ ഭയപ്പെടുന്ന, നിന്നെ മാത്രം ആരാധിക്കുന്ന, നിന്നെ മാത്രം വിളിക്കുന്ന നല്ല മുഅ്മിനീങ്ങളായി ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ബർക്കത്ത് ചെയ്യണമേ തമ്പുരാൻ. അവരിൽ പലരും മരണപ്പെട്ടു പോയി തമ്പുരാൻ. അവർക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ ഉത്തരം അവരുടെ ബർസഹിയായ ജീവിതത്തിൽ ശുഭവാർത്തയായി അവരെ നീ അറിയിക്കണമേ തമ്പുരാൻ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്റെ നാമം ഉപയോഗിക്കുന്നു, നിന്റെ നാമം ഉയർത്തുന്നു എന്നതിൻ്റെ മാത്രം പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ജനതയ്ക്ക് നീ ശിഫ നൽകണേ തമ്പുരാൻ, സഹായം നൽകണേ തമ്പുരാൻ. ശത്രുക്കളുടെ കൈകളും കാലുകളും ചിറകുകളും അധികാരങ്ങളും അവരുടെ സർവവും അവരുടെ ഹൃദയത്തെയും നീ തളർത്തി കളയണമേ തമ്പുരാൻ. എല്ലാ ദീനിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവർക്കും നീ ഹിദായത്ത് നൽകണമേ തമ്പുരാൻ. നീ പ്രത്യേകം ഇല്ല എന്ന് നിഷേധിച്ച് മാറ്റി നിർത്തിയവരൊഴിച്ച് ബാക്കി മുഴുവൻ ആളുകൾക്കും നീ ഹിദായത്ത് നൽകണമേ തമ്പുരാൻ. ആ ഹിദായത്തിന് വേണ്ടി ദഅവത്ത് നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ വാക്കും ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ പ്രവൃത്തിയും ഞങ്ങളുടെ സ്വപ്നവും അനുഗ്രഹിക്കപ്പെട്ട കർമ്മങ്ങളായി നീ സ്വീകരിക്കണമേ തമ്പുരാൻ. اللهم إنا نعوذ بك من العجز والكسل والجبن والبخل. اللهم إنا نعوذ بك من البرص والجنون والجذام والسيء الأسقام. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا طيبا ولسانا صادقا وقلبا سليما وخلقا مستقيما. اللهم إنا نعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تسلط علينا من لا يرحمنا ولا يخافك فينا. ربنا لا تسلط علينا من لا يرحمنا ولا يخافك فينا. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.